അല്ലെ കുറച്ച് മെമ്പേഴ്സ് ഒക്കെ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. നമുക്കൊരു 2 മിനിറ്റിനുള്ളിൽ നമ്മളെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കുറെ പേര് ജോയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോ അത് ഓക്കെ, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കേരള ആളുകളോടൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ. ഓക്കെ. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമുക്കറിയാം നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ള 7 days പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓൾറെഡി നമുക്കറിയാം phase 2 കമ്പനി ലോഞ്ച് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റുകളിൽ ഒന്നാണ് phase 2. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു പ്രോഗ്രാം phase 2ന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മളെ കമ്പനിയിലെ റൂബി ക്ലബ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മലപ്പുറത്ത് സ്വദേശിയായിട്ടുള്ള ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മജീദ് സാറാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സാറെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. ഓക്കെ, താങ്ക് യു. വോയിസ് ഓഡിബിൾ അല്ലേ സാറേ? അതെ അതെ, ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം കൂടുതൽ ആളുകൾക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ആളുകളാണ്, എങ്കിലും പുതിയ ആളുകൾ ഉണ്ടാവും. എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മജീദ്, മലപ്പുറം ജില്ലയിലാണ്. ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിപ്റ്റോ മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നത്. അറിയാമല്ലോ, നമുക്ക് രണ്ടും കൂടി ഡിഫറൻറ്റ് എന്താണെന്നുള്ളതും എല്ലാ ആളുകൾക്കും അറിയാം. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കുന്ന കുറച്ച് സബ്ജക്റ്റുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഒന്ന് റിമൈൻഡ് ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത് നമുക്കുള്ള ഒരുപാട് സംശയങ്ങൾ. അപ്പൊ നമുക്കറിയാം പല ആളുകളും ആകെ പാനിക്കാണ്. കുറെ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷനിലാണ്. ഇപ്പൊ ഇന്നലെ മുതൽ ഞങ്ങൾ ഓരോ ഏരിയ ബേസിൽ ടെക്നിക്കലായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ phase 2ന്റെ ഫിസിക്കൽ മീറ്റിങ്ങുകൾ ഓരോ ടീമുകൾ ബേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഏരിയ ബേസിൽ നമ്മൾ ഓരോ ടീമിനെ വളരെ അത്യാവശ്യമുള്ള ആളുകളെ വെച്ചുകൊണ്ട് ചെയ്തതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സൂമിലൂടെ നമുക്കൊരു കാര്യവും കംപ്ലീറ്റ് ആവില്ല. പക്ഷെ ബേസിക് ആയിട്ട് നമുക്ക് ക്രിപ്റ്റോനെ പറ്റിയിട്ടും ഈ Web3യെ പറ്റിയിട്ടും സ്മാർട്ട് കോൺട്രാക്റ്റിനെ പറ്റിയൊക്കെ അറിയുന്ന ആളുകൾക്ക് ഒരു പക്ഷെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തൊരു സീറോ ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഇന്നും ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് അറിയാത്ത ഭൂരിഭാഗം ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ തന്നെ വെബ് ത്രീ എന്താണെന്ന് പോലും അറിയാത്ത, ഞാൻ ആരെയും മോശമാക്കല്ല, കാരണം നമ്മളൊക്കെ 2 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സോ ജോബ് അതാണ് വലുത്, അതിനെ എങ്ങനെയൊക്കെ മെച്ചൂർഡാക്കാം, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് എങ്ങനെ സക്സസ് ആവാം, ഇതിനെ പറ്റിയാണ് ചിന്തിച്ചത്. അപ്പൊ നമുക്കറിയാം തീർത്തും ഇന്ന് നമ്മുടെ അപ്പെക്സ് എന്നുള്ള ഈ ഒരു പ്രൊജക്ട് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു. അതിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്കറിയാം നമ്മുടെ CEO പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രമാത്രം ഇത്രയും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയിലധികം, ഒന്നിലധികം അല്ലെങ്കിൽ 2-ലധികം 3-ലധികം, നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കമ്പനി പറയുന്നതിന്റെ മുമ്പ് നമ്മൾ നാളെ എന്ന് പറഞ്ഞാൽ തലേന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം ഒരുപാട് ആളുകൾ അപ്പെക്സ് സ്റ്റോക്കിൽ വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കിയ ആൾക്കാരെ അറിയാം. നമുക്ക് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, പല ആൾക്കാരും നഷ്ടപ്പെടുത്തി. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇന്ന് നമ്മൾ കയ്യിലുള്ള ഡിവൈസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ
അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാനിത് പറയുന്നത് ഈ ഒരു സൂമിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ എന്താണെന്നും അറിയാത്ത ആളുകളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും സംസാരിക്കാറ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏത് മീറ്റിംഗിലും. കാരണം നമുക്കറിയാം ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്കൂള് ടീച്ചർ എന്തായിരിക്കും അവിടുത്തെ ഏറ്റവും മോശമായിട്ട് പഠിക്കുന്ന കുട്ടിയെ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് ടീച്ചർ എന്ത് ചെയ്യേണ്ടത് പഠിപ്പിക്കേണ്ടത്. അപ്പോഴാണ് ബാക്കിയുള്ളവർക്കും കൂടി ഒന്നും കൂടി ഇതാവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ തുടങ്ങുന്നത്. അപ്പൊ നമുക്കറിയാം ഫേസ് 1 നമ്മൾ ഫേസ് 2 എത്തി. ഫേസ് 2 എത്തിയപ്പോൾ പ്രത്യേകിച്ച് വലിയ ചേഞ്ചുകളൊന്നും ഇല്ല. നമ്മൾ വിചാരിക്കും വലിയ ചേഞ്ചുകൾ എന്തോ വന്നത്, ഒന്നും വന്നിട്ടില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ROI അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന റെഫറലുകൾ അതുപോലെ തന്നെ കിട്ടുന്നു, അതേപോലത്തെ റെഫറൽ കമ്മീഷൻ, അതുപോലെ ബൈനറി, അതൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ ഒരു എക്സ്ട്രാ ഇൻകം വന്നത് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. ഞാൻ അവിടെ നിന്ന് തുടങ്ങുന്നത്, നമുക്ക് അപ്പെക്സ് ടോക്കൻ ഒരു ഗ്യാസ് ഫീ ആയിട്ട്. എന്താണ് ഗ്യാസ് ഫീ? ഫ്യൂൽ ചാർജ് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും പുതിയ ആളുകളെ ഉദ്ദേശിച്ച് പറയാണ്. ഫ്യൂൽ ചാർജ്, നമുക്കതൊരു വണ്ടി ഓടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എണ്ണ വേണം അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ മനുഷ്യനായിട്ട് നമ്മൾ ഓടണമെങ്കിൽ എന്ത് വേണം? എത്ര ഭക്ഷണം കഴിച്ചാലും വെള്ളം ഇല്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്തായാലും. അതുപോലെ തന്നെ ഇന്നൊരു ബാങ്കിങ് മേഖല നമുക്കറിയാം, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമായിട്ട് ബാങ്കിൽ നമുക്ക് ഇടപാടുകൾ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയും ട്രാൻസാക്ഷൻ മറ്റുള്ള ചാർജുകൾ ഈടാക്കുന്നുണ്ട്. ഇനി അതല്ല, ഒരു എക്സ്ചേഞ്ച്, നിങ്ങളിപ്പോ കയ്യിലുള്ളത് ഇന്ത്യൻ റുപ്പീസ് ആണ്, നിങ്ങൾക്ക് ദുബായ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും എക്സ്ചേഞ്ച് ഏത് കറൻസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ചാർജ് വരുന്നു അല്ലെ? അപ്പൊ നമുക്ക് അധികം ആളുകൾ യാത്ര പോകുന്ന ആളുകളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തും ആ രാജ്യത്തെ കറൻസിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എക്സ്ചേഞ്ച് വഴി എന്ത് ചെയ്യണം? അത് ചേഞ്ച് ചെയ്യണം. ഇതുപോലെ ഇന്ന് ലോകത്ത് നൂറുകണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള, എന്റെ അറിവിൽ സെൻട്രലൈസ്ഡ് ആയിട്ടും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്തിന്റെ എക്സ്ചേഞ്ച്? ക്രിപ്റ്റോ കറൻസി. എന്തുകൊണ്ടാണിത്? നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഞാൻ ജീവിക്കുന്ന എന്റെ രാജ്യത്ത് ഇന്ത്യയിൽ എന്റെ ഇന്ത്യൻ റുപ്പീസാണ്. ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഡോളറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് കറൻസിയാണ്, ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിരുന്ന രണ്ട് രീതിയിലുള്ള കറൻസികളാണ് ലോകത്തുള്ളത്. ഒന്ന് സ്റ്റേബിൾ കറൻസി എന്ന് പറയും, രണ്ടാമത് ഫ്ലെക്സിബിൾ അതായത് ഫ്ലക്സേഷൻ വരുന്ന കറൻസി. അഥവാ സ്റ്റേബിൾ കറൻസി എന്ന് പറഞ്ഞാൽ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കറൻസി. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് USDT, ഡായി, അതുപോലത്തെ ഒരുപാട് കറൻസികളുണ്ട്. നിങ്ങൾക്ക് ഇതും ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വീട്ടിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു പെന്നും പേപ്പറും എടുത്ത് നോട്ട് ചെയ്ത് വെക്കാം. പുതിയ ആളുകളോട് ഞാൻ പറയുന്നത്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? യൂട്യൂബിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ AI ടെക്നോളജി വെച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ എന്താണ് ക്രിപ്റ്റോ കറൻസി നോക്കുക, അങ്ങനെ ഓരോ നിങ്ങൾ അടിച്ചു അങ്ങനെ നമ്മൾ പഠിക്കും. ഏത് ഭാഷയിലും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നോളജ് നമുക്ക് ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഇത്രയും സേഫ് ആൻഡ് സെക്യൂർ ആവാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മൾ എല്ലാ ആളുകൾക്കും അറിയുന്നതാണ് ബിറ്റ് കോയിൻ മദർ ഓഫ് കറൻസി അല്ലെ? 2007, 2008 കാലഘട്ടത്തിലാണ് ബിറ്റ് കോയിന്റെ തുടക്കം. പക്ഷെ ബിറ്റ് കോയിൻ എന്നുള്ള കറൻസി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് സതോഷി നാക്കാമോട്ടോ എന്ന ഒരു വ്യക്തിയാണോ ഗ്രൂപ്പാണോ ഒന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ആ ഒരു ആള് അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി, അദ്ദേഹം ആദ്യമായി കണ്ടെത്തിയ ബ്ലോക്ക് ചെയിൻ എന്നുള്ള ടെക്നോളജിയാണ്. ആ ടെക്നോളജി വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിലൂടെയാണ് ഇന്ന് ക്രിപ്റ്റോ കറൻസിയുടെ ഇടപാടുകൾ നടക്കുക. കാരണം വെച്ചാൽ അത് സേഫ് ആൻഡ് സെക്യൂർ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വാട്ട് ഈസ് ദ ബ്ലോക്ക് ചെയിൻ, അത് നിങ്ങൾക്ക് അതിന് യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ വീഡിയോസ് മലയാളത്തിലും ഏത് ഭാഷയിലും പഠിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് നമ്മുടെ ഈ അല്ലെങ്കിൽ നമ്മൾ ഏത് കറൻസി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടപാടുകൾ സുരക്ഷിതവും ട്രാൻസ്പെറൻസിയും അതേപോലെ സേഫ് ആൻഡ് സെക്യൂർ ആവുള്ളൂ. അപ്പൊ അത് നമ്മൾ പഠിക്കുക. രണ്ടാമത്തത് സ്മാർട്ട് കോൺട്രാക്ട്. ഇത് പറയാൻ കാരണം നമുക്കറിയാം, ഫേസ് 2 നമ്മളൊരു പ്രൊജക്ട് അല്ലെങ്കിൽ സ്റ്റേക്കിംഗ് പ്രോഗ്രാം ഒക്കെ സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഉദാഹരണം പറഞ്ഞാൽ അപെക്സിന്റെ ഒരു കമ്പനി ഒരു കരാർ, സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പേര് പോലത്തെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കരാർ. അതും യൂട്യൂബിൽ ലിങ്ക് സെർച്ച് ചെയ്താൽ കിട്ടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുകയാണ്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇടപാട്. ഞാനും ഏതോ ഒരു വ്യക്തി, ഒരു ട്രസ്റ്റ്ലെസ് ആയ ഒരു വ്യക്തി, എനിക്ക് അറിയുമ്പോഴില്ല, അദ്ദേഹത്തിന് ഇടപാട് നടത്തുമ്പോൾ ആ ഇടപാടിൽ ഇപ്പോൾ ഇദ്ദേഹം എനിക്കൊരു ബിറ്റ് കോയിൻ അയച്ചു തന്നു അല്ലെങ്കിൽ അപ്പസ് ടോക്കൺ അയച്ചു തന്നു. അതൊരു ലെഡ്ജറിൽ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കൽ എന്തെങ്കിലും ബ്ലോക്ക് ചെയിൻ വഴി നമുക്കത് ഇതായി. ആ കരാറ് ഇനി അദ്ദേഹത്തിനോ എനിക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാറ്റം വരുന്നത്. ആ കരാർ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അയാൾക്ക് പറയാൻ പറ്റില്ല, ഞാൻ അയച്ചിട്ടില്ല എന്നൊരു. കാരണം അത് എല്ലാ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ബ്ലോക്കുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സേവ് ചെയ്യുന്നുണ്ട്, സെർവറുകളായിട്ടാണ്. അപ്പൊ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഒരു കമ്പനി ഒരു കരാർ എഴുതി വെച്ചാൽ, ഇപ്പൊ നമ്മൾ അപ്പെക്സിന്റെ ഒരു കരാറ് ഇന്ന സമയത്ത് ഇന്ന ഇത് സംഭവം നടക്കും അല്ലെങ്കിൽ നടത്തി, ആ ഒരു സംഭവം ഒരു കരാറായിട്ട് എഴുതി വെച്ചു ഒരു ലെഡ്ജറിൽ ഇതാക്കി കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പനിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കരാറിന്റെ അവസാനത്തിലോ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ഇങ്ങനെ ഒരു മാറ്റം പുതിയത് വരാം, അപ്പൊ ആ മാറ്റം എന്തായാലും രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാറ്റത്തിരുത്തലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഇടപെടൽ, ഒരു തേർഡ് പാർട്ടിക്ക് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സ്മാർട്ട് കോൺട്രാക്ട്. ഇന്ന് സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ടുള്ള നമ്മുടെ രാജ്യങ്ങളും അതേപോലത്തെ ലോകങ്ങൾ പല
സംസ്ഥാനങ്ങളും സ്മാർട്ട് കരാറുകൾ ഇന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പല കരാറുകളും, ഭൂമി കച്ചവടം ആയിക്കോട്ടെ ഇതൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഇടപാടുകളൊക്കെ അത് രൂപത്തിൽ. പിന്നെ നമുക്കറിയാം വെബ് 3. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ ചുരുക്കി പറഞ്ഞു പോവാണ്. വെബ് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ഓരോ ടെക്നോളജികൾ, ഓരോ മാറ്റങ്ങൾ, ഓരോ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. വെബ് 1 എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ, നമുക്കൊരു മെസ്സേജുകൾ റീഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് വെബ് 2 വന്നു. ഇപ്പൊ നമ്മൾ വെബ് 2 പീക്ക് എൻഡിൽ നിന്ന് പറയാം. അഥവാ നമുക്ക് വീഡിയോ കോൾ അത്ഭുതമായിരുന്നു അല്ലെ, വീഡിയോ കോളുകളും ചാറ്റിങ്ങും ഇതൊക്കെ. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം അതിൽ നിന്ന് മാറി വെബ് 3 വരാം. വെബ് 3 എന്ന് പറഞ്ഞാൽ ഇനി ഒരു വെർച്വൽ വേൾഡിലേക്ക് നമ്മൾ കടക്കാൻ പോകും. അപ്പൊ ഈ വെർച്വൽ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എല്ലാ ജോബുകളും, എല്ലാ ബിസിനസ്സിനും, എല്ലാ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതിന്റെ ഒരു വെർച്വൽ രൂപം നമുക്ക് തരാൻ പോകണം. വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മെറ്റാവേഴ്സ് പോലുള്ള സംഭവങ്ങൾ ദുബായ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഹോങ്കോങ്ങിലൊക്കെ ഇന്ന് ക്ലാസ് റൂമൊക്കെ അതായത് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊക്കെ അത് അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റും. പക്ഷെ അവിടെ യൂസ് ചെയ്യുന്ന ഒരു കറൻസി, കാരണം നമുക്കറിയാം എല്ലാ ആളുകളും ഒരേപോലെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റുന്ന സംഭവമാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ രാജ്യങ്ങളിലും നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി എന്നുള്ള വൺ വേൾഡ് വൺ കറൻസി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് എന്ത് ചെയ്യണം, ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസി വേണം. അതാണ് ക്രിപ്റ്റോ കറൻസിയുടെ അവിടെ. അപ്പൊ അവിടെ ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് നിർബന്ധമാണ്. ക്രിപ്റ്റോ കറൻസിയെ ഇന്ന് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അപ്പസ് ടോക്കൺ ഉണ്ട് അല്ലെ, ലിസ്റ്റ് ചെയ്ത ഒരു കറൻസിയാണ്. നിങ്ങൾക്ക് അത് എന്ത് കൊണ്ടുപോയി ഒരു എക്സ്ചേഞ്ച് കൊണ്ട്, ഇപ്പൊ എൽ ബാങ്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് BTC അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോകം മുഴുവൻ നമുക്കറിയാം, അല്ലെങ്കിൽ ഏത് ബ്ലോക്ക് ചെയിൻ നിങ്ങൾ തുറന്നു നോക്കിയാലുള്ള സാധനമാണ് USDT അല്ലെ, US ഡോളറിന്റെ അതേ റേറ്റ് അല്ലെ മാർക്കറ്റിൽ. ഇപ്പൊ 90 രൂപ ആണെങ്കിൽ 90 രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 1000 അപ്പസ് ടോക്കൺ ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് USDT ആക്കാം. USDT ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്ത്, ഇപ്പൊ ദുബായ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഇനിയിപ്പോ ക്രിപ്റ്റോ കറൻസിയിലായി കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു പോകും. അപ്പൊ നമുക്ക് നമ്മുടെ phase 1 വന്നൊരൊറ്റ ചേഞ്ച് എന്താണ്, ഫസ്റ്റ് വന്ന ചേഞ്ച് നമുക്കറിയാം. phase 1 ചെറിയൊരു ചേഞ്ച് ഫേസ് 2 മാറിയത് ഗ്യാസ് ഫീ വന്നു. അപ്പൊ ഞാൻ അവിടെ നിന്നാണ് തുടങ്ങി വെച്ചത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ട്രാൻസാക്ഷൻ നമുക്ക് സുഗമമായി നടക്കണം അല്ലെ, വളരെ ഈസിയായി നടക്കണം. എന്നാൽ നമുക്കൊക്കെ നമ്മുടെ അപ്പെക്സിന്റെ ഏറ്റവും മൂല്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ അസറ്റ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെൽത്തും അസറ്റും രണ്ടും രണ്ടാണ്. വെൽത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ട് വീട്ടിൽ, 10 കൊല്ലമായിട്ട് നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ഇന്ന് എടുത്ത് നോക്കിയാൽ അത് 10 ലക്ഷം തന്നെയാണ്. ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മാറ്റം, ആ 10 ലക്ഷത്തിന്റെ മൂല്യമുള്ള കാര്യങ്ങൾ നടക്കും. നേരെ മറിച്ച് നിങ്ങളൊരു വെൽത്ത് അസറ്റായി മാറുന്ന എങ്ങനെയാണ്, ലോകത്ത് 2 തരത്തിലുള്ള അസറ്റുകളാണ്. ഒന്ന് ഫിസിക്കൽ അസറ്റ്, ഡിജിറ്റൽ അസറ്റ്. ഫിസിക്കൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാവരും കേട്ട് അറിയുന്നതാണ് ഗോൾഡ്, ലാൻഡുകൾ, ബിൽഡിങ്ങുകൾ, ഇങ്ങനെ തുടങ്ങി നിങ്ങളെ കണ്ണുകൊണ്ട് കാണാനും ടച്ച് ചെയ്യാനും അനുഭവിക്കാനും പറ്റുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാധനം, അതൊരു അസറ്റാണ്. ഇപ്പൊ നമുക്കറിയാം 2010 നിങ്ങൾക്ക് ഒരു പക്ഷേ 10 പവൻ സ്വർണം വാങ്ങി വെച്ചാൽ ഇന്നിപ്പോ അതിന്റെ മൂല്യം എത്രയാണ്. 2010 നിങ്ങൾ കുറച്ച് ഭൂമി വാങ്ങി വെച്ചാൽ അല്ലെ, തീർച്ചയായിട്ടും. ഇനി നമ്മൾ ഇതും കൂടി താരതമ്യം ചെയ്യാൻ പോകും. ഡിജിറ്റൽ അസറ്റ്, ഡിജിറ്റൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു പക്ഷേ ലാൻഡോ ഗോൾഡോ വാങ്ങിയത് ഒരു പക്ഷേ എല്ലാവരും അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഗവൺമെന്റിന് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെ. എന്നാൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി അങ്ങനല്ല. നിങ്ങൾക്ക് എത്ര കോടിയുടെ സാധനം നിങ്ങൾ വാങ്ങി, നിങ്ങളുടെ ഒരു എലമെന്റ് നിങ്ങൾ വാങ്ങിയ ഒരു വാലറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സ് ആണ്. നിങ്ങളൊരു വാലറ്റിലോ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചിലോ സൂക്ഷിച്ചാൽ അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നിങ്ങൾ 10 ലക്ഷം രൂപക്ക് ഒരു 10 വർഷം മുമ്പ് വാങ്ങിയിരുന്ന സാധനം ഇന്ന് നിങ്ങൾക്കറിയാം, ഏത് കറൻസി ആയിക്കോട്ടെ, ബിറ്റ്കോയിനോ എത്തേറിയോ, കാരണം 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാധനം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്ന പോലെ ബിറ്റ്കോയിനാണ്. അന്ന് 10 ലക്ഷം രൂപക്ക് ഒരു പക്ഷേ 10 ബിറ്റ്കോയിന് കിട്ടിയെന്ന് കൂട്ടിക്കൊടുക്കും, സാങ്കല്പികമാണ്. ഇന്ന് നിങ്ങളുടെ വെൽത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ അന്ന് അതുപോലെ ഇരുന്ന് ഇന്ന് എടുത്തുപോയാൽ 10 ലക്ഷം ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തായി, ബിറ്റ്കോയിൻ എന്ന സാധനം ഇന്ന് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം ഇന്ന് 90 ലക്ഷം രൂപ വരുന്നുണ്ട് അല്ലെ. 90 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 10 എണ്ണത്തിന് എത്രയായി, 9 കോടി രൂപയായി. ഇതാണ് നമ്മളെ അസറ്റും വെൽത്തുള്ള ഡിഫറൻറ്റ്. അപ്പൊ നമ്മൾ അപ്പെക്സിൽ വന്നൊരു സംഭവം നമുക്കൊക്കെ അറിയാം. അപ്പെക്സിന്റെ ഏക പ്രൊജക്റ്റുകളിൽ ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ സർക്കുലേറ്റിംഗ് കറൻസി തന്നെയാണ് അപ്പെക്സ് എന്നുള്ള ടോക്കനാണ്. ഈ അപ്പെക്സ് ടോക്കന് വാല്യൂ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കാരണം ബിറ്റ്കോയിൻ ഏതായാലും പോയിട്ട് നമുക്ക് ഒരു ബിറ്റ്കോയിൻ വാങ്ങുക എന്നുള്ള പോസിബിൾ അല്ല, നമുക്ക് ഒരിക്കലും സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റില്ല. ഇനി വാങ്ങിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കണം. ഒരു പക്ഷേ വില കൂടും തീർച്ചയായിട്ടും, പക്ഷെ അതുവരെ നമുക്ക് ക്ഷമിച്ച് നിൽക്കണം. അഥവാ ഇനി നിങ്ങൾ 90 ലക്ഷത്തിന് ഒന്ന് വാങ്ങി പെട്ടെന്ന് ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഡംപിംഗ് എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ ഡൗൺ ആവും. അപ്പൊ പെട്ടെന്ന് ഒരു 50 ലക്ഷത്തിലേക്ക് വന്നാൽ നിങ്ങളെ ആർട്ട് ഇടിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്, പ്രത്യേകിച്ച് മലയാളം സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവർ രാജ്യക്കാരെന്താ വെച്ചാൽ ക്ഷമയോടെ കാത്തിരിക്കും, നമ്മൾ ക്ഷമയില്ല. നേരെ മറിച്ച് ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇതായിട്ടുള്ളത് നമുക്ക് വില കുറഞ്ഞ കറൻസികൾ വാങ്ങി വെക്കാന്ന്. അവിടെ നമുക്കറിയാം, നമുക്ക് കണ്ടും കേട്ടും അറിഞ്ഞും
അതിനേക്കാൾ സംഭവം ഒരു കറൻസിയെ വാല്യൂ ഉണ്ടാക്കുന്നത് വ്യക്തമായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം കമ്മ്യൂണിറ്റിയാണ് അല്ലെ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ആളുകൾ. കൂടുതൽ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അല്ലെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിന് വ്യക്തമായിട്ടുള്ള പ്രൊജക്റ്റുകൾ വേണം അല്ലെ. ഒരു കറൻസി കുറെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അത് യൂസ് ചെയ്യുന്ന ഇത് വേണം, യൂട്ടിലിറ്റി പർപ്പസ് വേണം. അതേപോലെ തന്നെ നമുക്ക് അറിഞ്ഞ പോലെ തന്നെ അതിന്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ബ്ലോക്ക് ചെയിനുകളും അതേപോലെ തന്നെ എക്സ്ചേഞ്ചുകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഭാവിയിൽ വരണം. സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ലോകത്ത് സക്സസ് ആയ ആളുകൾ നിങ്ങൾ ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയത്, അവർ സ്റ്റാർട്ട് ചെയ്തത് സീറോ എന്നാണെങ്കിൽ അവരൊരു 5 വർഷം ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കി. എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളൂ, ഒരു 5 വർഷത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കുക. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാനും നിങ്ങളൊക്കെ കഴിഞ്ഞ ഒരു 5 വർഷം നമ്മളൊക്കെ ഒന്ന് ബാക്കിലോട്ട് ചിന്തിക്കാം. കഴിഞ്ഞ 5 വർഷം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? അഥവാ ഇന്നിപ്പോ 2024 2019 അല്ലെ, COVID-19 സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. നമുക്കൊക്കെ സാമ്പത്തികമായിട്ട് എങ്ങനായിരുന്നു? നമ്മൾ ലാബിലിറ്റിയിലായിരുന്നു, അതോ നമുക്ക് 10 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു? എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ബാങ്കിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തർ ചിന്തിക്കാം. ഒരുപക്ഷെ ഉള്ള ആളുകൾ ഉണ്ടാവും, ഏറെ ആളുകൾ ഉണ്ടാവും. ഇവിടെ ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ 5 വർഷം കൊണ്ട് 10 പോയിട്ട് നമുക്ക് 1 ലക്ഷം പോലും ഇല്ലാത്ത ആളുകളാണ്, കടങ്ങളായിട്ടുള്ള ആളുകളാണ്. ഇവിടെയാണ് നമ്മുടെ സാധ്യത. നിങ്ങളൊരു 5 വർഷം കാത്തിരിക്കാൻ തയ്യാറുണ്ട്. നമുക്കൊക്കെ അറിയാം, ഇപ്പൊ ബിറ്റ് കോയിൻ ആയാലും എതേറി ആയാലും ഈ BNB ആയാലും ഏത് കറൻസിയും കഴിഞ്ഞ ഒരു 5 വർഷം ബാക്കോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിന്റെ പ്രൈസ് എത്രയെന്ന്. ഒരു പക്ഷേ നമ്മളെപ്പോലെ സാധാരണക്കാരന് ഇന്ന് നമ്മൾ ചായ കുടിക്കുന്ന പൈസ അല്ലെങ്കിൽ 4 ആള് കമ്പനി കൂടുമ്പോൾ ചെലവാകുന്ന പൈസക്ക് ഒരു പക്ഷേ നമുക്ക് ഒരു കറൻസി വാങ്ങി വെക്കാനും, അത്യാവശ്യം കറൻസി വാങ്ങി വെക്കാനും. ഇന്ന് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ നമുക്ക് ആ അവസരം മിസ്സായി. ഇനി അതിനെ പറ്റിയിട്ട് സംസാരിച്ചു മിസ്സായി പോയി എന്ന് വെച്ചാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത റേറ്റിലേക്ക് അത്. പക്ഷെ അവസരങ്ങൾ ഇന്നും നമുക്ക്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. എനിക്ക് അത്ര ആദ്യം പറയാനുള്ളൂ. എനിക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളവരെ വിശ്വസിക്കാൻ പറ്റൂ. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, കോൺഫിഡന്റ് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അപ്പെക്സ് എന്നുള്ള ഈ കറൻസി നമുക്കറിയാം. ഇന്ന് ബിറ്റ്മാർട്ട് പോലുള്ള, എൽ ബാങ്ക് പോലുള്ള, ഇനി ഇത് എക്സ്ചേഞ്ച് ഡോട്ട് കോം, അതുപോലെ തന്നെ ഇങ്ങനെ കുക്കോയിൽ തുടങ്ങി, അത് കമ്പനീന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. നമ്മുടെ സിഇഒനെ പറ്റി സംബന്ധിച്ച് നമുക്കൊക്കെ അഭിമാനത്തോടെ പറഞ്ഞു. അദ്ദേഹം എന്താ വെച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്നു. നമ്മൾ അത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് എന്നാകും എന്ന് വരെ ഒരു ലീഡേഴ്സും വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. കമ്മ്യൂണിറ്റി ഉണ്ടാക്കുമ്പോൾ എന്താണ്, നമുക്കാണ് അവിടെ രണ്ട് രീതിയിൽ നമ്മൾ ഇവിടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാനം വരുന്നുണ്ട്, റെഫറൽ കമ്മീഷൻ. അതിന്റെ പുറമെ നമ്മുടെ കറൻസിക്ക് മൂല്യമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറയില്ലേ, ഇപ്പൊ 3000 കോടി BNB ഉണ്ടെങ്കിൽ നമുക്കൊരു ബാനിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ എണ്ണം കുറയുന്ന കാര്യങ്ങളും പ്ലസ് അതോടുകൂടി ഒരു സപ്ലൈ ഒരേപോലെ ഈക്വൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഫേസ് 2 നടക്കുന്നത്. അവിടെ നമുക്ക് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ, 7 സെന്റിന് നമ്മൾ കറൻസി കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പസിന്റെ വാല്യൂ കണ്ട് 7 സെന്റ്, 7 സെന്റ് 6 രൂപ എന്ന് കൂട്ടിക്കോളും. ഇന്ന് 38 സെന്റിന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇടയിൽ നിന്ന് വന്നതാണ്, അധിക സമയം കൊണ്ടല്ല, ചെറിയ സമയം കൊണ്ട്. ഒരു പക്ഷേ 6 ലക്ഷം രൂപക്ക് 1 ലക്ഷം കറൻസി നമ്മൾ വാങ്ങി വെക്കാൻ ചാൻസ് നമുക്ക് ഉണ്ടായിരുന്നു. 6 ലക്ഷം രൂപക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് നമുക്ക് വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇന്ന് 38 സെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 30 സെന്റിന് 35 സെന്റ് കൂട്ടിക്കൊണ്ട് ഒരു 30 ലക്ഷം രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ഒരു 6 ലക്ഷം മുടക്കിയ ഒരാൾക്ക് എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും? ഏത് ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരാളോട് നമ്മൾ ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ ചോദിക്കുക, ഇൻവെസ്റ്റേഴ്സ് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചു നോക്കുക. ഒരു 6 ലക്ഷം രൂപ 1 2 മാസം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിട്ടേൺ അദ്ദേഹത്തിന്റെ ഒരു റിസ്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഭാവത്തിൽ അദ്ദേഹം മറന്നു പോയാൽ പോലും 1 2 മാസം കൊണ്ട് അത് 30 ലക്ഷം രൂപ എന്ന് ചിന്തിക്കാൻ പറ്റില്ല. 30 ലക്ഷം ആയി അവിടെ കെടുക്കല്ല, നമുക്ക് വിറ്റ് ക്യാഷ് ആക്കാനുള്ള അവസരം ഉണ്ടായി. പക്ഷെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ വൈകിയിട്ടില്ല. കാരണം ഫേസ് 2 എന്നുള്ള കമ്പനിയുടെ രണ്ടാമതൊരു ചേഞ്ച്, അത് നമുക്കറിയാം. ഏതൊരു പ്രൊജക്ടുകളും ഏതൊരു സംഭവം വരുമ്പോഴും ഒരു അപ്ഡേഷൻ ഉണ്ടാവും. ഈ അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ പാനിക് ആവരുത്. കാരണം അപ്ഡേഷൻ നമുക്ക് നല്ലതിനാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം 2G വന്നു, 2G വന്നോടത്ത് 3G വന്നു, 4G വന്നു, 5 വന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഇതൊന്നും പറ്റില്ല, എനിക്ക് 2Gയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആഗ്രഹിക്കും? ഇല്ല, അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം എല്ലാ ആൾക്കാരും മെർഫി എന്ന റേഡിയോ ഉണ്ടായിരുന്നു, ഫിലിപ്സ് ഉണ്ടായിരുന്നു. മെർഫി എന്ന് കേട്ട എത്ര പേരുണ്ട് നമുക്കറിയാം. ആ സാധനം ഇന്ന് ഭൂലോകത്തില്ല, മെർഫിന്റെ റേഡിയോ. അല്ലെങ്കിൽ ആ മെർഫി എന്ത് ചെയ്യുന്നു, ഒരു അപ്ഡേഷൻ വന്നപ്പോൾ മാറിയില്ല, TV എന്നൊരു സാധനം വന്നാൽ അതിലേക്ക് മാറിയില്ല. അത് പറയാൻ കാരണം വെച്ചാല് ചേഞ്ച് ചെയ്യുമ്പോൾ ഏത് കമ്പനി ആയിക്കോട്ടെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കാല് വെക്കുമ്പോഴാണ് ആ കമ്പനിയും വളരുന്നത്, അതോടുകൂടെ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരും രക്ഷപ്പെടും. അപ്പൊ ഇനി ഫേസ് 1 വന്ന ഫസ്റ്റ് ഒരു നമുക്കറിയാം നമ്മൾ ROI സിസ്റ്റം അല്ലെ.
നിങ്ങളുടെ ROI നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ റെഫറൽ കമ്മീഷൻ പൈനറിയും കിട്ടും. അവിടെ ഒന്നും മുടക്കില്ല. നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ വന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. അവിടെ ഒരു ചേഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ അത് മനസ്സിലാക്കുക, നമ്മുടെ അപ്പെക്സ് ടോക്കൺ BNB ബ്ലോക്ക് ചെയിനുള്ള അപ്പെക്സ് ടോക്കൺ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ നമുക്കറിയാം, അതിന്റെ ഒരു ചെറിയൊരു തുടക്കം വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രൈസ് കൂടി. ഇല്ല, എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്, ഇതുവരെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ വാലറ്റിൽ ഇങ്ങനെ കണ്ടിരുന്നു. പക്ഷെ നമ്മുടെ ടീമിനോടൊക്കെ പറഞ്ഞിരുന്നു, മാക്സിമം നിങ്ങൾ അപ്പെക്സ് ടോക്കൺ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചോളൂ. കാരണം എന്താ വെച്ചാല് നമുക്ക് അത് ഈ പറഞ്ഞ പോലെ തന്നെ 10 രൂപയുടെ സാധനം ഒറ്റയടിക്ക് 20 രൂപ ആയാൽ 10 രൂപയാണ് ലാഭം കിട്ടുന്നത്. ആ ഒരു ചാൻസ് നമ്മൾ പല ആൾക്കാരും മിസ്സായിപ്പോയി. കാരണം നമുക്കൊക്കെ ഡോളറുകൾ വന്നിട്ടുണ്ട്, 100,000, 1000 ഒക്കെ വന്നു. പക്ഷെ എന്തായാലും എന്ത് ചെയ്തു, അവരുടെ പ്രോബ്ലംസും മറ്റുള്ള കാര്യങ്ങൾക്കും അവരെന്ത് ചെയ്തു, അത് ചെലവാക്കിപ്പോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1 കോടി രൂപ ഉണ്ടാക്കിയ ആൾക്കാരും ഇന്ന് സേഫ് അല്ല. കാരണം എന്താ, അവരത് അസറ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചെങ്കിൽ ആ 1 കോടി 2 കോടി ആയിട്ടുണ്ടാവും. അതല്ല, അദ്ദേഹം അത് ഒരു എക്സ്പെൻസ് ആയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കടം വീട്ടാനും മറ്റും നടന്നു കഴിഞ്ഞാൽ അത് ഇന്നും അയാളെ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അപ്പെക്സ് എന്നുള്ള ഈ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമ്മൾ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് മുതൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. അത് എങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പോകും. അപ്പൊ നമ്മുടെ പേജ് 2 വന്നൊരു സംഭവമാണ്, നമുക്ക് 3 അപ്പെക്സ് ടോക്കൺ. ഏതുവരെ? അപ്പെക്സ് ടോക്കന് 3 കോടി $1 കടക്കുന്ന വരെ. അപ്പൊ $1 ഈക്വൽ ആയിട്ടുള്ളത് വരുള്ളൂ. അങ്ങനെ കണക്കൂട്ട് ചെയ്ത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഇന്ന് നമുക്കറിയാം റേറ്റ് കുറവാണ്, ഇന്ന് $0.27 ആണ്. കാരണം സെല്ലിങ് നടന്നിട്ടുണ്ടാവും. 2.7 എന്ന് വെച്ചാൽ ഏകദേശം 25, 23, 24 രൂപയുടെ റേറ്റ് ആണ്. ഈ റേറ്റിലുള്ള സാധനം വാങ്ങുമ്പോൾ 3 മതി. ഒന്ന് ആലോചിച്ച് നോക്കും. കമ്പനി നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്ത് നോക്കി. നേരെ മറിച്ച് $1 തന്നെ ഫിക്സ് ചെയ്യണമെങ്കിൽ $1 കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു 27 സാധനം ഒരു പക്ഷെ 35 രൂപ ആയി. 35 രൂപ കൊണ്ട് 3 105 രൂപ ആയി. $1 മേലെ വരെ വന്നു. അപ്പൊ നമുക്ക് കമ്പനി പറഞ്ഞു $1 കൊടുക്കാൻ മതി. സോറി, $1 നമുക്ക് എന്തേ വരുന്നുള്ളൂ. ഇനി പല ആൾക്കാർക്കും അതൊരു പ്രശ്നമാണ്. കാരണം ഇത് പ്രശ്നമുള്ള ആർക്കാണ്? കൂടുതൽ സൈറ്റ് അടിച്ച ആൾക്കാരും ആഴ്ചയിൽ $55, $10, $20 ഒക്കെ വിഡ്രോ ചെയ്യുന്ന ആൾക്കാർക്കാണ്. നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ, കമ്പനി നിങ്ങളോട് ആഴ്ചയിൽ വിഡ്രോ ചെയ്തോളൂ അല്ലെങ്കിൽ ഡെയിലി വിഡ്രോ ചെയ്തോളൂ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നിക്കണമെങ്കിൽ നമ്മളാണ് അവിടെ ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വിഡ്രോ ചെയ്തിട്ട് ബുദ്ധിമാനായ ബിസിനസ്മാൻ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങളിപ്പോ $55 വിഡ്രോ ചെയ്താൽ എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞോളൂ, പകുതി നിങ്ങൾ അപ്പെക്സ് ടോക്കൺ വാങ്ങി വാലറ്റ് സൂക്ഷിക്കും. ഒരു ട്രസ്റ്റ് വാലറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പെക്സ് ടോക്കൺ. ബാക്കി നിങ്ങളുടെ കാര്യത്തിന് എടുത്താൽ ഇവിടെ നിങ്ങൾക്ക് $1 അങ്ങനെ കൂട്ടിക്കോളും മാക്സിമം അപ്പെക്സ് ടോക്കൺ നമുക്കിവിടെ പോകുന്നു. പക്ഷെ അവിടെ നമുക്ക് സംഭവിക്കുന്നതാണ്, ആ അപ്പെക്സ് ടോക്കൺ എങ്ങോട്ടാണ് പോകുന്നത്, അതെന്താണ് കാണിക്കുന്നതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്, ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പൊ നമുക്ക് $1 അപ്പെക്സ് ടോക്കൺ നമ്മൾ എന്തെങ്കിലും ഇതാവുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാന്ന് കൂട്ടിക്കോളും. നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് $50 കിട്ടുന്നുണ്ടെങ്കിൽ $25 നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പെക്സ് ടോക്കൺ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് വാങ്ങിച്ചു. ഉദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ റേറ്റ് 24 രൂപക്ക് വാങ്ങിച്ചു. നിങ്ങൾ അടുത്ത ആഴ്ച ഇതേ ദിവസങ്ങൾ നോക്കുമ്പോൾ അത് 24 വാങ്ങിയ സാധനം 30 രൂപ ആയാൽ 6 രൂപ നിങ്ങൾക്ക് ലാഭമായി. എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 6 × 25 ടോക്കൺ 150 രൂപ, അത്ര കൂട്ടിയാൽ മതി. 150 രൂപ നിങ്ങൾക്ക് ഒരു പക്ഷെ, അല്ലെങ്കിൽ $25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 150 അല്ല കിട്ടില്ല. $25 ഇപ്പൊ ഞാൻ കണക്ക് കൂട്ടി പറഞ്ഞുതരാം കറക്റ്റ്. 25 × 90 2250 രൂപ എന്ന് കൂട്ടി. 2250 ഇന്നത്തെ 24 വെച്ച് കൂട്ടുകയാണെങ്കിൽ 93 അപ്പെക്സ് ടോക്കൺ കിട്ടും. അതിന് 6 രൂപ ഒരാഴ്ച കൊണ്ട് കൂടാൻ അത്ര കൂട്ടിയാൽ മതി. 6 രൂപ കൂടുകയാണെങ്കിൽ 562 നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയി. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൽബയും കൊണ്ട് സെല് ചെയ്യാം. അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. 560 രൂപ നിങ്ങൾ മുടക്കിയത് എത്രയാണ്? 100 എന്ന് പറഞ്ഞാൽ 50 കൂട്ടാൻ, 90 എന്ന് പറഞ്ഞാൽ 45 കൂട്ടാൻ മതി. 45 നിങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ അസറ്റേക്ക് മാറ്റി 45 നിങ്ങളെ വിഡ്രോ ചെയ്യാനുള്ള ചാർജ് അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഒറ്റയടിക്ക് നമുക്കറിയാം സാധാരണക്കാർക്ക് ഒറ്റയടിക്ക് 10,000 അപ്പെക്സ് ടോക്കൺ ഹോൾഡ് ചെയ്യാൻ ചിലപ്പോൾ പോസിബിൾ ആവില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ CEO ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ ഓപ്പൺ കമ്മ്യൂണിറ്റി അല്ല ഇത് ഹോൾഡ് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം ക്രിപ്റ്റോ ഈ മേഖലയില് നിങ്ങൾ എടുത്തു നോക്കിക്കോളും, ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ അപ്പെക്സിലെ എങ്ങനെ സ്റ്റേക്ക് ചെയ്യാത്ത നമ്മുടെ ഇപ്പൊ കൊടുക്കുന്ന ROI സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ $1000 കൊടുത്തിട്ട് ഡയറി 1% കിട്ടും. ആ രീതിയിൽ വരാതെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊടുത്തിട്ട് സ്റ്റേക്ക് ചെയ്യുന്ന ആളുകൾ ഇന്ന് കൂടി വരാൻ പോകും. കാരണം എന്താ വെച്ചാൽ അവർ സ്റ്റഡി ചെയ്യുന്നുണ്ട്, ബുദ്ധിയുള്ള ആളുകൾ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ട്രേഡേഴ്സിനെ പറ്റി പറയാം. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യത്തിലുള്ളൂ, നമ്മൾ ചെയ്യേണ്ടത്, എന്റെ സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു
മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം, വളരെയധികം ഡേഞ്ചർ ആയ സംഭവം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പല ആൾക്കാർക്കും പറ്റിയ അബദ്ധങ്ങളാണ്. പറ്റിയെന്ന് വെച്ചാൽ കമ്പനിക്ക് ലാഭമുള്ളതായിരിക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മിനിമം 10 അപ്പർ സ്റ്റോക്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മിനിമം നമ്മൾ വാലറ്റ് അപ്പക്സിന്റെ ഐഡിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും ല്ലേ? അവിടെ കാണാം മിനിമം കൗണ്ട് കൊടുക്കുമ്പോൾ 10 പറ്റുള്ളൂ. ആ 10 തന്നെ നിങ്ങൾ ആഡ് ചെയ്യാൻ പാടും. പല ആളുകളും 100, 200 ആഡ് ചെയ്തു. അവിടെ സംഭവിക്കുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും, ഇവര് ഇപ്പൊ നമുക്കറിയാം, ആദ്യമൊക്കെ നമുക്കൊരു 7 days ആവുന്നതിന് മുമ്പ് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് 2 USDT, സോറി 2% അല്ലെ, 2%. ഇപ്പൊ ഒരാള് $10 പിൻവലിക്കുന്നുണ്ടെങ്കിൽ $8 യു വിൽ ഗെറ്റ് എന്നുള്ളത് കാണുള്ളൂ അല്ലെ, അവിടെ കാണാൻ പറ്റും. നമുക്ക് ചെയ്യാം. ഇന്നിപ്പോ നമുക്ക് അങ്ങനല്ല കാണല്. ഇപ്പൊ നമ്മൾ വിഡ്രോ കൊടുക്കുമ്പോൾ $10 10 നിങ്ങൾക്ക് കിട്ടും. പക്ഷെ തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്, പല ആൾക്കാരും വായിക്കാതിരിക്കുന്നതാണ്, അവിടെ എത്ര അപ്പർ സ്റ്റോക്ക് നിങ്ങൾക്ക് പോകുന്നുണ്ട് എന്നുള്ളത് അവിടെ ശരിക്കും കാണിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മളൊക്കെ കിട്ടുന്നത് വായിക്കാറുള്ളൂ, പോകുന്നത് നോക്കുക, പോകുന്നത് പിന്നെ നോക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 10 അപ്പർ സ്റ്റോക്കിൽ നിങ്ങൾ ലോഡ് ചെയ്യാൻ പാടുള്ളൂ. എവിടെ, നിങ്ങളുടെ സൈറ്റുകളിലൊക്കെ. ഒന്നിൽ കൂടുതൽ സൈറ്റ് ഉണ്ടെങ്കിൽ ശരി. അങ്ങനെ വരുമ്പോ എന്താ വെച്ചാല് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബിലോ 7 days അഥവാ 7 ദിവസം ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിഡ്രോ കൊടുക്കുമ്പോൾ അതിനുള്ള അപ്പർ സ്റ്റോക്കിന് ഇവിടെ ഇല്ല. മനസ്സിലായല്ലോ? കാരണം 20% നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വേണം. അതേപോലെ തന്നെ ഇന്റേണൽ ട്രാൻസ്ഫർ അല്ലെ, 3% നമുക്ക് വേണം. ഇവിടെ ഇതുവരെ നമുക്ക് USDT ആയിരുന്നു അവിടെ പോയിരുന്നെങ്കിൽ, ഇന്ന് നമുക്ക് നമ്മുടെ ടോക്കൺ, അപ്പൊ നമ്മുടെ ടോക്കന് വാല്യൂ കൂട്ടാനുള്ള ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ അതിനൊരു ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം മാത്രമാണ് കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബെനിഫിറ്റ് ആണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, പല കമ്പനികളും 10%, 5% ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, എപ്പോൾ വിഡ്രോ ചെയ്യുമ്പോൾ വാങ്ങുന്ന പല കമ്പനികളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾ അറിയുന്ന സുഹൃത്തുക്കൾ ചോദിച്ചു നോക്കാം. നമ്മുടെ കമ്പനി എന്ത് ചെയ്യും, നമുക്കൊരു വലിയൊരു ഇളവ് തന്നിട്ടുണ്ട്. കാരണം ഒരു 7 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അവിടെ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നമുക്ക് $1 വരെ നമുക്ക് എന്ത് ചെയ്യുന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ യഥാർത്ഥ ബിസിനസ് മാൻ എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ $100 സ്റ്റേക്ക് ചെയ്ത് തുടങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്ലാൻ ആക്ടിവേഷൻ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഒരു $50 ആകുമ്പോൾ ഒന്നും കൂടി കൂട്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ശരിക്കുള്ള ബിസിനസ് മാൻ അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റേക്കിംഗ് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ, കാരണം അടുത്ത് വരെ $1 കിട്ടുന്നത് $1.5 കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥ ബിസിനസ് മാൻ ആണ്. അല്ല, യഥാർത്ഥ ബിസിനസ് മാൻ കിട്ടുന്ന ലാഭം മുഴുവൻ കൊണ്ടുപോയിട്ട് കുട്ടടിക്കല്ല ചെയ്യുന്നത്. അവർ റീഇൻവെസ്റ്റ് ചെയ്യും. റീഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത്. കാരണം നിനക്കറിയാം, $50 സ്റ്റാർട്ട് ചെയ്ത് വെറും 4 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ ഇന്ന് $20,000 എത്തിയിട്ടുണ്ട്. ഇന്ന് അവർ കിട്ടുന്ന ഡോളർ എത്രയാണ്, $200 ആണ്. ഇത് മനസ്സിലാക്കുക, $200 എന്ന് പറഞ്ഞാൽ മാസം 18 ഡെയിലി $18,000 ആയി. അപ്പൊ ഇത് പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഒരിക്കലും നമ്മൾക്ക് ഒന്നിച്ച് പൈസ എടുത്ത് ആകാൻ പറ്റാത്ത ആളുകൾ ചെയ്യേണ്ട പണി മെല്ലെ മെല്ലെ നിങ്ങൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പിലേക്ക് കയറി നിൽക്കുക. പ്ലസ് നമുക്കറിയാം, റഫറലുകൾ കൂട്ടുക. റഫറൽ എന്താണ്? റഫറൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭൂതി നിങ്ങൾ മറ്റുള്ളവർ പങ്കുവെക്കുക. അവർക്ക് അതിന്റെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കുക, ക്രിപ്റ്റോയുടെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കുക, ബ്ലോക്ക് ചെയിനെ പറ്റി. കാരണം നിങ്ങൾ പോയി ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അവരുടെ കയ്യിൽ ഡിവൈസ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾ ആവശ്യമുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സെർച്ച് ചെയ്യാൻ പറയാം. പരമാവധി നിങ്ങൾ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നതാണ് ബെറ്റർ. ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുക, ഇന്ന സാധനം ഇനി യൂട്യൂബ് അവർ സെർച്ച് ചെയ്ത് കാണട്ടെ, നെഗറ്റീവും പോസിറ്റീവും അവർ കണ്ടെത്തട്ടെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഇനി നമുക്കറിയാം സ്റ്റേക്കിംഗ് പ്രോഗ്രാം അല്ലെ, രണ്ടാമത്തെ നമുക്ക് വന്ന ഫേസ് 2 വന്ന ഇത് ഇവിടെ നിർബന്ധമുള്ള കേസല്ല കേട്ടോ, അത് മനസ്സിലാക്കുക. പല ആൾക്കാരും ഭയങ്കര പ്രശ്നത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഇതെന്തോ അടിച്ചേൽപ്പിക്കുന്ന പോലെ ഇതാണ്. ഇത് കംപ്ലീറ്റ് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമാണ്. ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. കമ്പനി ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഇന്ന് രാത്രി മുതൽ, എനിക്ക് തോന്നുന്നു ഇന്ന് നാളെ ആയിട്ട് നമ്മളെ ടെക്നിക്കൽ ടീം പറഞ്ഞ സംഭവമാണ്, ഒരേ സമയം എല്ലാ ആളുകൾക്കും നമുക്കിനി ഒരു സ്മാർട്ട് കോൺട്രാക്ട് അതിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ ആളുകൾക്കും ഒരേ സമയത്തായിരിക്കും ഇനി ROI കിട്ടാൻ പോകുന്നത്. ഏതിന്റെ ROI? ട്രസ്റ്റ് വാലറ്റിൽ നിങ്ങൾക്ക് നിർബന്ധമല്ലാത്ത സ്റ്റേക്ക്. നിർബന്ധമല്ല എന്ന് പറയാൻ കാരണം, നിങ്ങളിപ്പോ ഒരു $1,000 ഇട്ടതാണ്, നിങ്ങൾക്ക് ROI അവിടെ നിന്ന് ഡെയിലി കിട്ടുന്നുണ്ട്. മാസം ഒരു ഏകദേശം ആവറേജ് $20,000 കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ട്രോണിലുള്ള അപ്പർ സ്റ്റോക്കിൽ 10,000 കിട്ടിയിട്ടുണ്ട്. അത് റിലീസ് ആണ് സമയത്ത് നിങ്ങൾക്ക് ആ സമയത്ത് എത്രയാണ് റേറ്റ്, ആ റേറ്റ് നിങ്ങൾക്ക് വിറ്റ് ക്യാഷ് ആക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റേക്കിംഗ് അഥവാ നമ്മുടെ ബേസ് 2 വന്ന ഒരു ചേഞ്ച് എന്നല്ല, പുതിയൊരു സാധനം വന്നതാണ്. ചേഞ്ച് അല്ല, കാരണം ട്രസ്റ്റ് വാലറ്റ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും, ട്രസ്റ്റ് വാലറ്റ് എന്നുള്ള വാലറ്റ് നമ്മൾ ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്ക് യൂസ് ചെയ്യുന്ന ആളുകൾ, അവിടെ നമുക്ക് അപ്പർ ടോക്കൺ IO എന്നുള്ള സെർച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കയ്യിലുള്ള അപ്പർ സ്റ്റോക്ക് USDT കൊടുത്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ എക്സ്ചേഞ്ചുകളിൽ നിന്നൊക്കെ വാങ്ങി, ബാങ്കിൽ നിന്നോ ബിറ്റ്മാർട്ടിൽ നിന്നൊക്കെ വാങ്ങിയത് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കേസല്ല സ്റ്റേക്ക് ചെയ്യാം. സ്റ്റേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ROI കിട്ടുന്ന പോലെയല്ല അവിടെ കിട്ടുന്നത്. കാരണം നിങ്ങളുടെ അമൗണ്ട്, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു
$1421 നിങ്ങളെ ഇത് സ്റ്റേക്ക് ചെയ്തു. അവിടെ നിങ്ങൾക്ക് 1000ന്റെ ഒരു നോഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, 421 ബാൻ ചെയ്തു. എല്ലാവർക്കും അറിയാം. ആ 1000ന്റെ നോഡ് അഥവാ കപ്പാസിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾ കപ്പാസിറ്റി ആണ്. ഇനി നിങ്ങളുടെ വാലറ്റിൽ 2000 എന്തുണ്ട്, അപ്പർ സ്റ്റോക്ക് എടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ 2000ന്റെ 2 to 5%, 4-5 അതാണ് മാക്സിമം പെർസെന്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡെയിലി കിട്ടും. ഇത് നിങ്ങൾക്ക് ശനി ഞായറൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല ആൾക്കാരും എനിക്ക് കിട്ടിയത് കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം വേറൊന്നല്ല, ഇവരുടെ രണ്ട് രീതി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കപ്പാസിറ്റി കൂട്ടുന്ന കാര്യം മെല്ലെ മെല്ലെ 1500, 2000, 3000 അങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടുകയും പ്ലസ് അതോട് കൂടിയിട്ട് നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൽ നിങ്ങൾ അപ്പർ സ്റ്റോക്കൻ ലോഡ് ചെയ്തത് കൂട്ടിക്കൊണ്ടുവരണം. പല ആൾക്കാരും അത് വിറ്റിട്ട് എന്തെങ്കിലും ക്യാഷ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം ചെയ്യാം, ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് 1000ന്റെ, പക്ഷെ നിങ്ങളെ വാലറ്റിൽ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ROI വരൂല. ഇവിടെ സാധനം വേണം. വിറ്റ് കഴിഞ്ഞാൽ വിൽക്കാം, നിങ്ങൾക്ക് വിൽക്കാനുള്ള അവകാശം അവിടെ ഉണ്ട്. കാരണം നിങ്ങളാണ് സ്റ്റേക്ക് ചെയ്യുന്നത്, കമ്പനി അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് ലോഡ് ചെയ്താൽ മതി. കാരണം 24 hours ഉള്ളിലാണ് നമുക്ക് വരുന്നത്. ഇനി മുതൽ അത് തോന്നും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ഒരേ ടൈമിലായിരിക്കും എല്ലാവർക്കും വരുന്നത്. അപ്പൊ നമ്മുടെ മാക്സിമം ഇപ്പൊ ഒരാൾ 10,000 അപ്പർ സ്റ്റോക്കൺ വാലറ്റ് സൂക്ഷിച്ചു, അയാൾ തൊടാതെ വെക്കുന്നുണ്ട്. അയാൾക്ക് നോഡ് ചിലപ്പോൾ ഒരു പക്ഷെ 2000 ഉണ്ടാവും. അയാളെ സംബന്ധിച്ചുള്ള 10,000ന്റെ നോഡ് മീൻസ് വെച്ചാൽ കപ്പാസിറ്റി അത് അയാൾക്ക് കിട്ടിക്കൊണ്ടിരും. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ടീമുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവം ചെയ്യുമ്പോൾ രണ്ടിന്ന് വരുമാനം കിട്ടുന്നത് നമുക്കറിയാം. നമ്മുടെ അപ്പർ സ്റ്റോക്കിൽ എവിടെ പോകുന്നുണ്ട്, നമ്മൾ വിഡ്രോവൽ ചെയ്യുമ്പോൾ അല്ലെ, വിഡ്രോവൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ പോലെ $1 അല്ലെങ്കിൽ ഇന്ത്യൻ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ 3% നമുക്ക് USDT പോയെടുത്ത് അപ്പർ സ്റ്റോക്കും പോകുന്നുണ്ട്. അതല്ല 7 days മുമ്പ്, അത് അധികം ആൾക്കാരും ചെയ്യൂല, അത്യാവശ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ അബദ്ധത്തിൽ വന്നാൽ ശരി, അവിടെ 20% പോകുന്നുണ്ട്. ആ 20% ഇതുവരെ USDT ആണെങ്കിൽ അപ്പർ സ്റ്റോക്കിനാണ്. അപ്പൊ ഈ സാധനമാണ് ആർക്ക് തരുന്നത്, ഇവിടെ സ്റ്റേക്ക് ചെയ്ത വ്യക്തികൾക്ക് കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഇന്നിപ്പോ കമ്പനിയിൽ ഒരു 20,000 ആളുകൾ ഉണ്ടെന്ന് കൂട്ടിക്കോളും. ഒരു 10,000 ആൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ആവറേജ് അല്ലെങ്കിൽ ഒരു 1-2 ദിവസം ഇടപെട്ടിട്ട് അയാൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, ഒരുപോലെ ആവില്ലല്ലോ. ചില ആൾക്കാർ ഇന്ന് ചെയ്യണ്ടാവും, നാളെ ചെയ്യണ്ടാവും. എന്തായാലും ഒരു 10,000 ആൾ ഇങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യും, അതിനൊക്കെ എന്ത് വേണം, അപ്പർ സ്റ്റോക്കും വേണം. അപ്പൊ അപ്പർ സ്റ്റോക്കിന് എന്ത് ചെയ്യും, ഇയാൾക്ക് വാങ്ങൽ നിർബന്ധിതനാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഒരിക്കലും നമ്മുടെ എക്സ്ചേഞ്ചിൽ പോയിട്ട് 10 വാങ്ങാൻ വേണ്ടി പോകരുത്. നിങ്ങളൊരു ബിസിനസ് മാൻ ആണ്, 10 വാങ്ങുമ്പോൾ നമുക്ക് ഒരു 5.47 നഷ്ടപ്പെടുന്നുണ്ട്. കാരണം അവിടെ ഒരു ഫീസ് വരുന്നുണ്ട് അല്ലെ, കാരണം അതൊരു എക്സ്ചേഞ്ച് ആണ്, അവർക്ക് ആ ചാർജ് എടുക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമം ഒരു 1000 അപ്പർ സ്റ്റോക്കിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് എവിടെ വാങ്ങണം, അത് നേരെ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഉണ്ട്. ട്രസ്റ്റ് വാലറ്റ് അപ്പൊ നിങ്ങൾക്ക് ചെറിയ നഷ്ടം വരുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ള നിങ്ങളുടെ സൈറ്റിലേക്ക് 10 വെച്ചിട്ട്, നിങ്ങൾക്ക് 3 സൈറ്റ് ഉണ്ടെങ്കിൽ 3ലേക്കും 10 വെച്ചിട്ട് ലോഡ് ചെയ്ത് വെക്കുക. അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അപ്പർ സ്റ്റോക്കിന് വില കൂടുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ $1 ആകുമ്പോൾ ഒരു അപ്പർ സ്റ്റോക്കിന് പോവുള്ളൂ. $2 ആകുമ്പോൾ അതിന്റെ ആ പകുതിയെ പോവുള്ളൂ. കാരണം അവിടെ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു പോകും, അത് ഉറപ്പാണ്. ഗ്യാസ് ഫീ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ചാർജ് വളരെ ചെറിയത് വരുള്ളൂ. പക്ഷെ അവിടെ ഈ പറഞ്ഞ വില കുറയുമ്പോഴാണ് ഈ എണ്ണത്തിന്റെ വ്യത്യാസം. അവിടെ കമ്പനി എന്ത് ചെയ്ത്, അവിടെ ഈ കമ്പനി സെറ്റ് ചെയ്ത് വെച്ചാണ് 3 അപ്പർ സ്റ്റോക്കൺ ഓർ $1 അപ്പർ സ്റ്റോക്കൺ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഒരു 1000 കറൻസികൾ വാങ്ങി വെച്ചാലേ ഇനി ഒന്നും വേണ്ട, നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഇതിൽ സാധാരണക്കാരായ വ്യക്തികളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു 1000 അപ്പർ സ്റ്റോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സ്പോൺസറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ റേറ്റ് എന്ന് വെച്ചാൽ 0.27 എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പീസ് കണക്ക് കൂട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 21 രൂപ അല്ലെ, 0.27 ഇൻറ്റു 90, 24 രൂപ. 24 രൂപ 50 പൈസ കൂട്ടിക്കോളൂ, ആവറേജ് ആവുന്നുള്ളൂ. നിങ്ങളൊരു 1000 കോയിൻ വാങ്ങാൻ നിങ്ങൾക്ക് ഒരു പക്ഷെ ഒരു 25,000 രൂപ അന്ന് കൂട്ടിക്കോളൂ, റൗണ്ട് കൂട്ടുകയാണെങ്കിൽ 25,000 രൂപ. 25,000 രൂപ ചെലവാക്കിയാൽ നിങ്ങൾ ഇനി സ്റ്റേക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് വാലറ്റ് സൂക്ഷിച്ചു, അവിടെ വെച്ചു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിന് ശേഷം, ഇന്നിപ്പോ 24-ാം തീയതിയാണ്, അടുത്ത മാസം 24-ാം തീയതി ആകുമ്പോൾ ഈ സാധനം 50 രൂപ ആയി നോട്ടിക്കൊള്ളു. ഇപ്പൊ 25 രൂപക്ക് വാങ്ങിയ സാധനം 50 രൂപയായി. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എത്ര നോക്കണം, ഡബിളാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ 1000 കോയിൻ വാങ്ങാൻ, എല്ലാവരും ശ്രദ്ധിക്കുക, വെറും 25,000 രൂപ അല്ലെ, 1000 കോയിന് നമുക്ക് വരുന്ന പൈസ എത്രയാണ്, ഇൻറ്റു 25 കൂട്ടുക, 25,000 രൂപ ചെലവാകും. നേരെ മറിച്ച് നിങ്ങൾ നമ്മുടെ അപ്പസിൽ സ്റ്റേക്ക് ചെയ്യുമ്പോഴോ 25,000 രൂപ
നിങ്ങൾക്ക് ഒരൊറ്റ മാസം കൊണ്ട് ഇത് ഡബിളായി 50 രൂപയിൽ എത്തിയാലേ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞിട്ട് ചേട്ടാ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു പക്ഷെ 100 രൂപ ആവാം, 50 രൂപ ആവാം, 35 എന്തായിക്കോട്ടെ. നമുക്കറിയാം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ടൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട്. പിന്നെ ക്രിപ്റ്റോ ആണ്, വില കുറയും കൂടും, അതൊക്കെ സ്വാഭാവികമാണ്, ക്ഷമമാണ്. ഇനി എന്തായിക്കോട്ടെ, 25,000 രൂപക്ക് വാങ്ങിയ സാധനം നിങ്ങൾക്ക് 25,000 രൂപ ലാഭമായി. 25,000 മുടക്കിയ സാധനത്തിന് 25,000 രൂപ ഒരു മാസം കഴിഞ്ഞ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു അസറ്റ് അവിടെ കിട്ടും. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ROI അല്ലെ, സാധാരണ നോർമൽ ROI ആണെങ്കിൽ 1 ലക്ഷം മുടക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്? നിങ്ങൾക്ക് 1,100 മുടക്കി 22,000 രൂപ കിട്ടും. അപ്പോൾ ഏതാണ് ബെനിഫിറ്റ്? അവിടെ നിങ്ങൾ ചോദിക്കും, എനിക്ക് കോയിൻ കിട്ടും. തീർച്ചയായും കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ, നമുക്കറിയാം ഇവിടെ ലോക്കിംഗ് പീരീഡ് ഒന്നുമില്ല, മാറ്റാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല വഴി മാക്സിമം നിങ്ങൾ അപ്പർ സ്റ്റോക്കിന് വാങ്ങിയേക്കാം. കാരണം നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം, ഇന്നിപ്പോ ഇതിന്റെ നമ്മൾ അരുൺ സാർ പറഞ്ഞ പോലെ വടി പൊട്ടിച്ചിട്ടുള്ള അടി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ പ്രോഗ്രാമുകൾ വരാൻ കിടക്കുന്നുള്ളൂ. നമുക്കറിയാം ഇതിൽ ഒരുപാട് പ്രൊജക്ടുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ക്രിപ്റ്റോ ബേസിൽ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കേട്ടാൽ അവർക്ക് എന്ത് പ്രൊജക്ട് കൊടുക്കണം അല്ലെ, നമുക്കറിയാം. അപ്പൊ നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു ലക്ഷം ആളുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞത് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ കോണ്ടാക്റ്റുകളാണ് അല്ലെ. നമുക്കൊക്കെ ഒരുപാട് കോളുകൾ പല കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ നമ്പറുകൾ പല ആളുകളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഒരു കോണ്ടാക്ട് ആണ് അല്ലെ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം ആൾക്കാർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊരു മുട്ടുസൂചി വിറ്റാൽ പോലും ഒരു പൈസ ലാഭം കിട്ടുന്നുണ്ടെങ്കിലും അവിടെ 1 ലക്ഷം ആളുകളും ഈ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങുമ്പോൾ ആ 1 ലക്ഷം ആളുകൾ വാങ്ങുമ്പോൾ 1 പൈസ ഇൻറ്റു 1 ലക്ഷം എന്ന് വലിയ എമൗണ്ട് ആയി. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ അപെക്സിൽ നമുക്കറിയാം എത്ര 10,000 ആൾ 20,000 കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും? എല്ലാ ആളുകളും നിർബന്ധമായി അവർക്ക് സ്വമേധയാ ഒരു ഇത് വരും, എനിക്ക് കഴിഞ്ഞ 5 വർഷം, തുടക്കത്തിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ 5 വർഷം പോലെ ആവരുത് അടുത്ത 5 വർഷം. അപ്പൊ അവരെന്ത് ചെയ്യും? കോയിൻ വാങ്ങാൻ നിർബന്ധം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരാൾ 1000 മെല്ലെ മെല്ലെ അയാൾക്ക് ലാഭം കിട്ടുമ്പോൾ എന്തായാലും അയാൾ എന്ത് ചെയ്യും? 2,000-ക്കും 3,000-ക്കും അറിയാതെ വരും. സ്വാഭാവികമാണ്. അപ്പൊ നമുക്ക് കിട്ടിയ അവസരം നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മുടെ വേണ്ടപ്പെട്ട, നമ്മളൊരാളെയും കൊല്ലരുത്, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളെ കൂടെ വിശ്വസിച്ച് വന്ന അവരിലേക്ക് നിങ്ങൾ പാസ് ചെയ്തിട്ട്, കമ്പൽസറി ചെയ്യേണ്ട, പാസ് ചെയ്തിട്ട് ഇതിന്റെ സാധ്യതകളും പൊട്ടൻഷ്യലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ പറയാറുണ്ട് 1 ലക്ഷം രൂപ 100 പേർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന കേസല്ല. പക്ഷെ ആയിരക്കണക്കിന് ആൾക്ക് 1 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ തല കുത്തന മറയൊന്നും വേണ്ട. അവർ ചെയ്യേണ്ടത് അവർ മെല്ലെ മെല്ലെ അവരുടെ കയ്യിൽ 10,000 രൂപ ഉള്ളൂ അല്ലെങ്കിൽ 5,000 രൂപ ഉള്ളൂ, അതിനുള്ള അപ്പർ സ്റ്റോക്കൻ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ കൂടെ ഒരു $50 ഇട്ടിട്ട് ഒരാൾ വന്നാൽ പോലും അയാളോട് പറഞ്ഞ് സാധ്യത പറയണം 100 അപ്പർ സ്റ്റോക്കൻ നിങ്ങൾ അയാൾ വാലറ്റിലേക്ക് ഒരു ട്രസ്റ്റ് വാലറ്റ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് വാങ്ങിച്ചിട്ട് സാറേ ഇതിവിടെ വെച്ചോളൂ, നിങ്ങൾക്ക് നാളെ എത്ര റേറ്റുകൾ വരാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കാരണം നമുക്കറിയാം, എന്റെ ഒരു മനസ്സ് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ കയ്യിൽ ഒരു 10,000 അപ്പർ സ്റ്റോക്കിന് ഉണ്ടെന്ന് കൂട്ടിക്കോളും. 10,000 അപ്പർ സ്റ്റോക്കിനുള്ള ഒരാൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഇന്നിപ്പോ നിങ്ങൾ വാങ്ങാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു വലിയ റേറ്റ് ഒന്നുമില്ല. കാരണം 2,40,000 ഇന്നത്തെ റേറ്റ് ഉള്ളൂ അല്ലെ. 2,50,000 കൂട്ടിക്കോളും. അതൊരു ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ട്, ഞാൻ കൂടുതൽ സമയം എടുക്കും, 6 മാസം കഴിഞ്ഞിട്ട് 100 രൂപ ആവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ 10,000 കോയിന് 10 ലക്ഷം രൂപ. നിങ്ങൾക്ക് ഇവിടെ ROI കിട്ടുന്നുണ്ട്, റഫറൽ കമ്മീഷൻ കിട്ടും, അതൊക്കെ വേറെ കിട്ടുന്നുണ്ട്. ഈ കോയിൻ 100 രൂപ ആയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ 10 ലക്ഷം നിങ്ങൾ മുടക്കിയ എത്രയാണ്? 2.5 ലക്ഷം റുപ്യ. 7.5 ലക്ഷം രൂപ 6 മാസം കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിയിലുള്ളത് നമ്മൾ നോക്കാം. 2,40,000 മുടക്കിയിട്ട് ഇവിടെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, ഒരു ടെൻഷനും ഇല്ല. പല ആൾക്കാർക്കും അതാണ്. പിന്നെ ഇന്ന് മാർക്കറ്റിൽ ഞാൻ അതും കൂടി പറഞ്ഞു പോകണം, പല വീഡിയോസും പലതും പ്രചരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ എല്ലാ മലയാളിയും പറയുന്ന ഡയലോഗാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാല്ല, മാങ്ങ ഉള്ള അല്ലെ, അല്ലെങ്കിൽ കായ്ക്കുന്ന മരത്തിലാണ് എന്താണ് ഏറ് കിട്ടുള്ളൂ, അവിടെയേ കിളികൾ വരുള്ളൂ, അവിടെ പക്ഷികളൊന്നും കൊത്താറുള്ളൂ അല്ലെ, കൊരങ്ങനും ഒക്കെ വരുന്നത് എവിടെയാണ്? ഒരു കാലിയായ മരത്തുമ്മ കയറിയിട്ട് എന്ത് ചെയ്യില്ല, അതിനെ ഉപദ്രവിക്കൂല. ഇതുപോലെ തന്നെ ഇന്ന് അപ്പക്സ് എന്നുള്ളത് മറ്റുള്ള ഏത് പ്രൊജക്ടിനും വ്യത്യസ്തമായിട്ടുള്ള നിൽക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, കണ്ണുകടി ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഇനി കുറച്ച് സഹിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം കഴിഞ്ഞ 5 വർഷത്തെ പോലെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കുക. അല്ല, അടുത്തൊരു 5 വർഷം കൊണ്ട് എനിക്ക് വലിയ ചേഞ്ച് ഉണ്ടാക്കണം, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ലെഫ്റ്റും റൈറ്റും നിങ്ങൾ ചെവി രണ്ടും അടക്കുക. നിങ്ങളെ കണ്ണുകൾ കഴുതയെ കെട്ടിയ പോലെ, കുതിരനെ കൊണ്ടുപോകുന്ന പോലെ നിങ്ങൾ മുന്നിലേക്ക് തന്നെ നോക്കുക, ആ ലക്ഷ്യത്തിലേക്ക് നോക്കുക. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചാല്, ഇന്ന് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട, 2010 വെറും 50 പൈസ അല്ലെങ്കിൽ 1 രൂപ 2 രൂപ ഉണ്ടായിരുന്ന ബിറ്റ് കോയിന് ഒരു ചായ കുടിക്കുന്ന 10 രൂപക്ക് നമുക്ക് ഇതുപോലെ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. 10 രൂപ എന്നൊരു വിഷയമുള്ള കേസല്ലോ വാങ്ങാന്ന് വെച്ചാല്
നമുക്ക് എത്ര കറൻസി കിട്ടിയിരുന്നു? നമുക്കത് ഇന്ന് ഇനി ഒന്നും വേണ്ട 1 ലക്ഷം രൂപ ഉള്ള സമയത്ത് വിൽക്കുകയാണെങ്കിൽ തന്നെ എത്ര രൂപ കിട്ടിയിരുന്നു? പക്ഷെ നമുക്കത് നഷ്ടപ്പെട്ടു. നമുക്ക് അവിടെ എന്തുണ്ടായിരുന്നു? നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ ആളില്ല. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ബന്ധങ്ങളും ഒന്നുമില്ലെങ്കിൽ പോലും, എന്റെ സുഹൃത്തുക്കൾ, നിങ്ങൾ അപ്പെക്സ് നിങ്ങൾ ഒരാളെ റെഫർ ചെയ്യുന്നില്ലെങ്കിൽ പോലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു 1000 മുതൽ 10,000 അപ്പർ സ്റ്റോക്ക് നിങ്ങൾ വാലറ്റ് സൂക്ഷിച്ചു. സ്റ്റേക്ക് ചെയ്യുന്നില്ല, സ്റ്റേക്ക് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്ക് ചെയ്താൽ, ഒരു കാര്യം ചെയ്താൽ ബാൻ ചെയ്ത് പോകുന്ന സാധനം ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? തിരിച്ചു വരും. പ്ലസ് കിട്ടുന്നതൊക്കെ ശനി ഞായറും ലീവില്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. അത് നിങ്ങൾക്ക് കിട്ടുന്ന സാധനം നിങ്ങൾക്ക് വിറ്റ് പൈസ ആക്കാം. അവിടെ നിങ്ങൾക്ക് കമ്പനി ലോക്കോ ഒന്നുമില്ല. നിങ്ങളെ നോഡ് വൺ ടൈം നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ, അത് കൂട്ടി ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആണ്. അതും മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ള 4-5 ആളുകൾ, കാരണം ഞാൻ അതിനെ പറഞ്ഞിട്ട് ഒരു 1 hour ഞാൻ മാക്സിമം ഞാൻ എന്ത് ചെയ്യുള്ളൂ, സൂം എടുക്കാറുള്ളൂ. നമുക്ക് സൂമിൽ അതിന് കപ്പാസിറ്റി ഉണ്ട്. നേരം പുറത്ത് വൈകുന്നേരം പറ്റൂല, എല്ലാവരും ടയർഡാണ്. പിന്നെ നമുക്ക് ഫിസിക്കൽ മീറ്റിംഗുകൾ ഓരോ ഏരിയ ബേസിൽ കമ്പനി ചിലപ്പോൾ ഒരു പക്ഷേ വെച്ച് തരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ലീഡേഴ്സുമായി നിങ്ങൾ ബന്ധപ്പെടുക. 25 പേരെ വെച്ചിട്ട് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുക. കൂടുതൽ ആളെടുക്കരുത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേരെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ പഠിപ്പിച്ചെടുക്കുക. എല്ലാ ആളുകളും എനിക്ക് പറയാനുള്ളതുള്ളൂ, ട്രസ്റ്റ് വാലറ്റിലേക്ക് മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്യുക. അതിലേക്ക് നിങ്ങൾ BNB-യും ഇതുപോലെ USDT അല്ലെങ്കിൽ അപ്പർ സ്റ്റോക്കിനൊക്കെ നിങ്ങൾ കൊണ്ടുവരാം. പിന്നെ നിങ്ങളെ കയ്യിൽ വേണ്ടത് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തു. നിങ്ങൾ ബിസിനസ്മാൻ ആണ്, നിങ്ങൾ ക്രിപ്റ്റോ ചെയ്യുന്ന ആളാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നോട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നീല കളറിൽ ഇതുള്ള. അത് എന്തിനാന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് ടോപ്പ് 100-ൽ നിൽക്കുന്ന എല്ലാ കറൻസി ഒറ്റയടിക്ക് നമുക്ക് അതിന്റെ റേറ്റ്, അതിന്റെ ഇതൊക്കെ വന്നതൊക്കെ കാണാൻ പറ്റും. സിയോളിൽ കയറിയാൽ അതിന്റെ എന്നാ ലിസ്റ്റ് ചെയ്തത്, അതിന്റെ എത്ര എണ്ണ ഉണ്ട് ഒക്കെ കാണാൻ പറ്റും. അതിന്റെ ഹോൾഡേഴ്സും പ്രൊജക്റ്റുകളും അതിന്റെ ബ്ലോക്ക് ചെയിനുകളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറൻസി, അപ്പെക്സ് കൊടുക്കുമ്പോൾ അപ്പെക്സിന്റെ സ്ഥാനം എത്രയാണ്, എത്ര എത്ര പിന്നെ എണ്ണ ഉണ്ട്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരാൾ പറഞ്ഞതോ ഇവിടുത്തെ വീഡിയോ നോക്കണം. നമുക്ക് സ്വയമേ പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് മൂന്നാമത്, ഇപ്പൊ നമുക്കറിയാം എൽ ബാങ്ക് ആണ് ഒന്നുകൂടി ഈസി തോന്നുന്നു, ബിറ്റ്മാർട്ടിന്റെ കാട്ടി കൂടുതൽ തോന്നുന്നു. എന്തായാലും വേണ്ടില്ല, ഇനി അടുത്ത എക്സ്ചേഞ്ച് വരുമ്പോൾ നമുക്കൊരു എക്സ്ചേഞ്ച് ഫിക്സിൽ ഒന്നും ചേട്ടാ, ഇനി മനസ്സിലാക്കാം. അപ്പെക്സിന്റെ എക്സ്ചേഞ്ച് അല്ല എൽ ബാങ്കും ബിറ്റ്മാർട്ടും ഒന്നും തെറ്റിദ്ധരിക്കണ്ട. എക്സ്ചേഞ്ച് അതൊക്കെ ഓരോ ഇതിനും അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇടപാടുകൾ നടത്താം. അവിടെ ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കറൻസികൾ ഇപ്പൊ നമുക്കറിയാലോ, ബിറ്റ്കോ അല്ലെങ്കിൽ എത്തേറിയത്തിന്റെ ആയാലും ബിറ്റ്കോയിന്റെ ആയാലും അപ്പെക്സിന്റെ ആണ് USDT ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കറൻസി ആക്കി മാറ്റാൻ പറ്റും. 100 രൂപക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. അതാണ് ഇതിന് ഏറ്റവും വലിയ പോസിബിലിറ്റി. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 100 രൂപ ആവശ്യം വന്നാൽ ഒരാളെ മുമ്പിൽ കൈ നീട്ടണ്ട, നിങ്ങളെ കയ്യിലുള്ള അപ്പർ സ്റ്റോക്കും വിറ്റ് ക്യാഷ് ആക്കും. അത് നിങ്ങൾക്ക് ഒരാൾ പറയാൻ എനിക്ക് USDT വേണമെന്നാൽ നേരെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത്രയും സാധ്യത ഉള്ള ഒരു സാധനമാണ്, അത് മനസ്സിലാക്കാം. അപ്പൊ ഒന്ന് അത് നിങ്ങൾ ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ ആപ്പ് ഏതാണ്? ഒന്ന് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്ക്. ട്രസ്റ്റ് വാലറ്റ് ആണ് ഒന്നുകൂടി ഈസി ഫ്രണ്ട്ലി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. മെറ്റാമാസ്ക് ചില ആളുകൾ പെട്ടെന്ന് മനസ്സിലാവില്ല. രണ്ടാമത് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് എൽ ബാങ്കോ ഏതെങ്കിലും ഒന്ന് അതിന്റെ ലിങ്കുമായി കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് KYC കൊടുത്തിട്ട് നിങ്ങൾ അതിലേക്ക് ചെയ്ത് നോക്കുക. ഒരു 10 USDT ഇട്ടുകൊണ്ട് കൺവേർട്ട് ചെയ്ത് വെക്കുക. വിഡ്രോ ചെയ്യേണ്ട, കൺവേർട്ട് ചെയ്ത് നോക്കുക. വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ഒരു 1000 ആക്കുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അത്ര അല്ലെങ്കിൽ ഒരു 500 അപ്പർ സ്റ്റോക്കിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ROI ഉണ്ടല്ലോ, അതിന് കുറച്ച് പകുതി മാറ്റിയിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ സൂക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ 10 അപ്പർ സ്റ്റോക്ക് ബാക്കി അവിടെ കിടന്നോട്ടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്റ്റേക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രസ്റ്റ് വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ ഈ 3 ആപ്പ് നിങ്ങൾ കയ്യിലുണ്ടാക്കി. പിന്നെ നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, എന്താണ് Web3, എന്താണ് ബ്ലോക്ക് ചെയിൻ, എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്, ഇങ്ങനെ തുടങ്ങി ഇനി വരുന്ന ടെക്നോളജി എന്താണ്, മെറ്റാവേഴ്സ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ പറയാറുണ്ട്, എനിക്ക് ഈ ഒരു ക്രിപ്റ്റോയിൽ കിട്ടിയ സമ്പത്തിനേക്കാൾ കൂടുതൽ എന്താണ് എനിക്ക് വളരെ കോൺഫിഡൻസ് വെച്ചാൽ അറിവാണ്. അറിവ് ഭയങ്കര സംഭവമാണ്. അപ്പൊ കമ്പനിയുടെ ഷെയർ അല്ലെ, നമുക്ക് എല്ലാ ആൾക്കാരും എന്തിനാണ് കമ്പനിയുടെ ഷെയർ കിട്ടുന്നത്? 3 ഷെയർ എടുക്കാൻ പറഞ്ഞത് നമുക്കവിടെ ബെനിഫിറ്റ് ഉണ്ട്. ട്രിപ്പ് മാത്രമല്ല, അല്ലെങ്കിൽ കുറച്ച് കോയിൻ കിട്ടുക എന്നുള്ള. അവിടെ BNB ബ്ലോക്ക് ചെയിനിൽ 1,27,000 കോയിൻ കിട്ടുന്നത്, അതൊക്കെ നമുക്ക് വരുമാനമൊക്കെ അവിടെ കിടക്കട്ടെ. പക്ഷെ അതിനേക്കാൾ പൈസ കൊടുത്തിട്ട് നമുക്ക് അതിനൊരു MBA-കാരന് കിട്ടുന്നതിനേക്കാൾ വാല്യൂ ഉള്ള സാധനം 4ാം ക്ലാസ് വരെ കിട്ടുന്ന സംഭവമാണ് ടെക്നോളജി ബേസ് ഇതിലുള്ള നോളജ്. അതേപോലെ തന്നെ അങ്ങനത്തെ ആളുകളെ കൂടെ പോയി ഇരിക്കാനും സംസാരിക്കാനും കൂടാനും നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. നമുക്ക് ഏതായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എവിടെ എത്താൻ പറ്റുമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ സീരിയസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, 6 മാസം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ലക്ഷ്യം വെച്ചിട്ട്, നാസർ സാറൊക്കെ പറഞ്ഞ പോലെ മിനിമം ഒരു ദിവസം 3 മണിക്കൂറെങ്കിൽ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പെക്സിന് വേണ്ടിയിട്ട്. കാരണം ഇവിടെ ചോദ്യം ചെയ്യാനോ വിളിച്ചു ചോദിക്കാനോ ആരും ഉണ്ടാവില്ല. ഞാൻ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പോലും എന്റെ ബിസിനസ് നടക്കണം. ഞാൻ ഓഫീസിലാണ്, എന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാഗും പിടിച്ച് വ്യക്തികളെ പോയി കാണുക എന്നുള്ളതല്ല.
നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ദിവസം 3 മണിക്കൂർ ഇതിനെപ്പറ്റി പഠിക്കാനായിരിക്കും, ഒരു ദിവസം 3 മണിക്കൂർ മറ്റുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെ നിങ്ങൾ ഒരു 6 മാസം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മിനിമം അല്ലെങ്കിൽ നിങ്ങളുടെ അസറ്റ് 1 CR മേലെ കടക്കും. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പറ്റാത്ത സാധനം 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിന് പറ്റും. നിങ്ങൾ കാലാകാലം, അതായത് ഞാൻ എപ്പോഴും പറയുന്നത്, കാലാകാലം ഒരു കഴുതിനെ പോലെ കൂലിപ്പണി എടുത്ത് ആ ലെവലിൽ പോണോ, ഞാൻ മോശമാക്കി പറഞ്ഞു കേട്ടാ, കാരണം അറിയാലോ ആരും ഇതിൽ ചിന്തിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ എന്നും ജോലി ചെയ്ത് ഒരു ടയേർഡ് ആവണം, അതല്ല. ഒരു 6 മാസം നിങ്ങൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഒരു പക്ഷേ ഭക്ഷണം എപ്പോഴാ കഴിക്കുന്ന ഓർമ്മ ഉണ്ടാവില്ല, വീട്ടിലേക്ക് അല്ലെങ്കിൽ അയൽവാസിയുടെ വീട്ടിൽ നടക്കുന്ന സൽക്കാരങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇത് എന്തിനാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഗൾഫിൽ പോയ ആൾക്കാരുടെ അവസ്ഥ എന്താണ്, അവരെല്ലാ കാര്യങ്ങളും ത്യജിച്ചിട്ട് അവിടെ പോണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് സ്വപ്നം വീടാണ്, രണ്ടാമത്തെ എന്താണ്, ഒരു നാട്ടിൽ എങ്ങനെയെങ്കിലും സെറ്റ് ആണ്. വീടൊക്കെ ആയി കഴിഞ്ഞാൽ അവരുടെ സ്വപ്നം എന്താണ്, ഇനി എനിക്ക് നാട്ടിൽ എങ്ങനെ സെറ്റ് ആണ്. ഇതാണ് എല്ലാവരുടെ ആഗ്രഹം. വീട്ടിലെ കുട്ടികളെ കളിപ്പിച്ചിരിക്കണം, ആഗ്രഹമുണ്ട്, പക്ഷെ മരിക്കണ വരെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അവസാനം വയസ്സായി പ്രമേയം പ്രഷറൊക്കെ ആയിട്ടാണ് വീട്ടിലെത്തുന്നത്. പിന്നെ ആർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, പിന്നെ അയാൾക്കൊന്നും പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് ഏത് ഏജിലും, ഇതിൽ 18 വയസ്സാളുണ്ടാവും, 60 വയസ്സ്, നിങ്ങൾക്ക് ഏത് ഏജിലും നിങ്ങൾക്ക് റിട്ടയർമെന്റ് ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റും ആണ് ഇത്. അതേപോലെ തന്നെ അതിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. വീണ്ടും പറയുന്നത്, വെൽത്ത് അല്ല, അസറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കും. നിങ്ങൾ ഇനി അപ്പക്സ് സീരിയസ് ആയി ചെയ്യുന്നില്ലെങ്കിലും അപ്പക്സ് ടോക്കൺ നിങ്ങൾ മാക്സിമം വാങ്ങി വെക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വില കൂടുമ്പോൾ നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചോളൂ, കുഴപ്പമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് 6 മാസം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ സാധനം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ആയിരിക്കും. നിങ്ങൾ മറ്റുള്ള വീഡിയോ കിംവദന്തികളോ നിങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, കേൾക്കാനോ കാണാനോ പോകണ്ട. ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ, കാരണം മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കി, അവര് എല്ലാ കാര്യങ്ങളും, മഹാത്മാഗാന്ധിനോട് ഒരാൾ പറയാണ്, നിങ്ങൾ വെറുതെ എന്തിനാണ് വീട്ടിലിരുന്നാ പോരെ, എന്തിനാ വെറുതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടുന്ന് ഓടുന്നത്? ആ മനുഷ്യനെ സംബന്ധിച്ചോളം ഒന്ന് ആലോചിച്ചേക്ക്, ഒരു വർഷം പോലും സ്വാതന്ത്ര്യം കിട്ടി കൂടുതൽ സമയം ജീവിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട്? അവിടെയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. അതാണ് നമ്മളെ സ്വർണ്ണ ലിപികളാൽ നമ്മളെ പേരുകൾ എഴുതി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്യാഗം സഹിക്കാൻ തയ്യാറാക്കുക. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാർ 4-5 ആൾക്കാരും ചോദിക്കാം. അരുൺ സാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് ഞങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു. റൈസ് ഹാൻഡ് ചെയ്യുക ആരെങ്കിലും ഉണ്ടെങ്കിൽ. അരുൺ സാറേ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, അരുൺ സാർ. ഓക്കെ, പങ്കജം. ഹലോ 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 ഓക്കെ, ചോദിച്ചു. ആ സാർ, ഞാൻ കുറച്ച് പേർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ചോദിക്കുന്നത്, നമ്മൾ ഈ ഫസ്റ്റ് എമൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ അവര് ചോദിക്കുന്നത് ഈ ഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടുമോ? പിന്നെ അപ്പൊ അത് നമുക്ക് തരുന്ന ഇതിന്റെ ഈ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഓക്കെ, അപ്പൊ ആ ഫസ്റ്റില് നമുക്കിപ്പോ എത്ര 10 ദിവസം കൂടുമ്പോ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതൊരു ചെറിയ എമൗണ്ട് ഇടുന്നവർക്ക്, ഇപ്പൊ 4500 ഇടുന്നവരുണ്ട്, പലരും പല രീതിയിലാണല്ലോ ഇടുന്നത്. 9, 10 ഇടുന്നവരുണ്ട്, 15 ഇടുന്നവരുണ്ട്. അപ്പൊ ഈ ഗ്യാസ് ഫീ വന്നിട്ടുണ്ട്. അവര് പറയുന്നത്, നമ്മളിപ്പോ എത്ര ചെറിയ എമൗണ്ട് വിഡ്രോ ചെയ്താലും എത്ര വലിയ എമൗണ്ട് വിഡ്രോ ചെയ്താലും നമ്മൾ കൊടുക്കേണ്ടത് $1 ആണ്. അപ്പൊ അത് ഈ ചെറിയ എമൗണ്ട് ചെറിയ എമൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അതിൽ നമുക്ക് അത്രയും നഷ്ടമല്ലേ വരുന്നത്. ഇപ്പൊ ഒരു 2000 ഒക്കെ ഒരു മന്ത്ലി വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതില് $90 കൊടുക്കുക എന്ന് പറയുന്നത് അത് നഷ്ടമുള്ള കാര്യമല്ലേ. അപ്പൊ ഈ ചെറിയ ഓക്കെ, ഞാൻ ഇടപെടുന്നുണ്ട് മാഡത്തിനോട്. നല്ലൊരു പോയിന്റ് ആണ് ചോദിച്ചത്. തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ തിരുത്തി തരാം. ഇപ്പൊ മാഡത്തിനോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കണം. 4500 രൂപ കൊടുത്തിട്ട് മാസം 1000 രൂപ കിട്ടുന്ന എന്തെങ്കിലും പരിപാടി നമ്മുടെ നാട്ടിൽ ലീഗലായിട്ടാണ്? ഇല്ല ഇല്ല, അത് നമുക്കറിയാം, ഇല്ല. പക്ഷെ അവര് നമ്മളോട് അതിന്റെ വിശ്വാസ്യതയും കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗ്യാരണ്ടി ആണോ, നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഗ്യാരണ്ടി ഒന്നും പറയാൻ അല്ല, മാഡത്തിനോട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ബാങ്കിലെ അങ്ങനെ കൂടി ഇപ്പൊ നമ്മൾ അപ്പക്സ് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ മാഡം ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് ഒരു ടൗണിൽ.
4,500 രൂപ തന്നാൽ നിങ്ങൾക്ക് 1000 രൂപ തരാം. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ മാഡം പറയാണ്, ഇവിടെ വന്നിട്ട് എല്ലാ മാസം വാങ്ങിക്കോണം ഈ 1000 രൂപ. അപ്പൊ ആ ആള് ഇപ്പൊ ഞാനിപ്പോ ഉള്ള നിൽക്കുന്നത് ഒരു 5 കിലോമീറ്റർ ഡിഫറൻറ്റ് ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ എന്ത് എനിക്ക് വേണം? എക്സ്പെൻസ് ഉണ്ടല്ലോ. യെസ്. ഈ സംഭവം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഇതാണ് നമ്മൾ 4,500 രൂപ കൊടുക്കുമ്പോൾ, അതാണ് വ്യക്തമായി പറഞ്ഞത്, ഇത് മണി ചെയിനായി മാറി. 4,500 രൂപ കൊടുക്കുമ്പോൾ 500 അപ്പർ സ്റ്റോക്കും കിട്ടുന്നില്ല. ആദ്യം കിട്ടുന്ന സാധനം അതാട്ടോ. നമുക്ക് ഒരാൾ ഒരു പ്ലാൻ ആക്ടിവേഷൻ ചെയ്താൽ അയാളെ സൈറ്റിൽ കാണിച്ചു കൊടുക്കേണ്ടത് ഇതാ സാറേ, നിങ്ങളിപ്പോ 4,500 $50 എടുത്തപ്പോൾ ഈ സാധനം കിട്ടി. ഇനി ഇതിന്റെ വാല്യൂ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ഇന്ന് 9 രൂപ വെച്ചിട്ടാണ് കിട്ടിയത്. ഈ സാധനം സാറേ ഒരു 365 ദിവസം കഴിഞ്ഞാൽ, ഇതിനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ബിസിനസിന് ഇമ്പോർട്ടന്റ്. 365 ദിവസം കഴിഞ്ഞാൽ ഇതിന് ഒന്നും വേണ്ട, ഒരു 100 രൂപ ആയി നോക്കി എത്ര കൂട്ടിയാൽ മതി? 300 രൂപ ആയി. അയാൾ ക്ഷമിക്കാൻ തയ്യാറായി. 100 രൂപ ആയി. 100 രൂപ ആയാൽ അയാളെ സംബന്ധിച്ചോളം 500 × 100 50,000 രൂപ ആയി. പ്ലസ് അയാൾക്ക് മാസം 1000 രൂപ വെച്ച് കിട്ടുന്നു. അയാൾ മുടക്കിയ മുതൽ 4.5 മാസം കൊണ്ട് അയാൾ ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിലും അയാൾക്ക് തിരിച്ചു കിട്ടും. അപ്പോഴും അവരുടെ അടുത്ത് ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ ഈ 365 ദിവസം കഴിയുമ്പം കമ്പനി പൂട്ടി പോവില്ല എന്നുള്ളതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോന്നാ ചോദിക്കുന്നത്. അത് കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരുപാട് കേൾക്കുന്നതാണല്ലോ ഇത്തരം ഫേക്ക് സംഭവങ്ങള്. അപ്പൊ ഇതിന് എന്ത് വിശ്വാസ്യതയാണുള്ളത്? ആരാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. പോലെ ആദ്യം നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയില്ല. അല്ല, അതുകൊണ്ടാണ് നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ട്. നമ്മളിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് വേറെ ഇതിൽ പോയി ചാടരുത് എന്നുള്ളതാണല്ലോ നമ്മളിലുള്ള വിശ്വാസം. ചോദിക്കുന്നത് ഞാനാണെങ്കിലും മാഡാണെങ്കിലും അപ്പസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? കമ്പനിക്ക് എന്തെങ്കിലും കിട്ടിക്കൊള്ളച്ചിട്ടല്ലോ. നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം, അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. ഒരാൾ 4,500 കൊടുക്കുന്നതോട് കൂടെ അയാൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ലിസ്റ്റ് ചെയ്ത BNB ബ്ലോക്ക് ചെയിനുള്ള കോയിന് മിനിമം ഒരു 100 കോയിൻ, ചെറിയ പൈസ കൂടി കൂടുള്ളൂ, ഒരു 100 കോയിൻ ട്രസ്റ്റ് വാലറ്റ് വാങ്ങിച്ചു കൊടുക്കുക. ഇത് എന്തിനാണെന്നറിയോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞത് അയാളെ വിശ്വാസം കൂട്ടാനുള്ള വഴിയായിട്ട്. അതൊക്കെ ടെക്നിക്കാണ്. നിങ്ങൾ പ്രവർത്തിച്ചു നോക്കുക. എന്നിട്ട് പറയാ, സാറേ ഇപ്പൊ ഇത്ര 25 രൂപയുടെ സാധനമാണ്, ഇത്ര 33-34 രൂപ എത്തിയ സാധനമാണ് ഇത്, സാർ ഒരു 100 വാങ്ങുക. അപ്പൊ ഒരു 2,500 രൂപ സാറ് വാങ്ങി വെക്കുക. എന്നിട്ട് ഇയാൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ സാധനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എപ്പോ കൊണ്ടുപോയി വിൽക്കട്ടോ, ഇവിടെ കമ്പനി പൂട്ടിയാലും തുറന്നാലും ഒക്കെ ഈ കറൻസി ലിസ്റ്റ് ചെയ്ത കറൻസിയാണ്. അതിന്റെ മൂല്യം ഈ പറഞ്ഞ പോലെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്കറ്റിൽ വാങ്ങൽ വിൽക്കൽ നടക്കുന്നിടത്താണ് പോകുന്നത്. അപ്പൊ ഈ സാധനത്തിന് 100 രൂപ ആയാൽ 25,000 രൂപ. ഇനി 100 പോട്ടെ, 50 രൂപ ആയി. 50 എന്തായാലും പെട്ടെന്നാവും. 50 രൂപ ആയ എത്ര ആയി മാഡം? അത് നമ്മളെ കാൽക്കുലേഷൻ ആണ്. നമുക്കിപ്പോ 50, 100, 60 എത്ര വേണമെങ്കിലും വെച്ചിട്ട് കൂട്ടാം. കാൽക്കുലേഷൻ പറഞ്ഞാല് 7 സെന്റിന് 7 സെന്റ് തന്നെ 6 രൂപ പടുത്തുണ്ടായിരുന്നു. 1-2 മാസം മുമ്പ് 6 രൂപ ഉണ്ടായിരുന്ന അപ്പർ സ്റ്റോക്കിൽ നമ്മുടെ സൈറ്റിലൊക്കെ കണ്ടാണ്. ആ സാധനം നമ്മൾ ഇന്ന് വാങ്ങിയപ്പോ ഇന്ന് നടന്ന സംഭവമല്ലോ. ഇത് കവർ ചെയ്ത സാധനമാണ് ഞാൻ പറഞ്ഞത്. 38 സെന്റ്. 38 സെന്റ് എന്ന് പറഞ്ഞാല് ഇന്നത്തെ റേറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ 90 വെച്ച് കൂട്ടുകയാണെങ്കിൽ 34 രൂപ. 6 രൂപക്ക് വാങ്ങിയ സാധനം 34 രൂപ. ഞാൻ എന്റെ ടീമിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൂമിൽ ആദ്യമായിട്ടാണ് ഞാൻ സൂം പ്രസന്റ് ചെയ്യുന്നത് ഇവിടെ. അതുകൊണ്ട് ഫിസിക്കലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാങ്ങി വെച്ചോളൂ. വാങ്ങി വെച്ച ആളുകളുണ്ട്, അവരിന്ന് സന്തോഷിക്കുന്നുണ്ട്. വാങ്ങി വെക്കാത്ത ആൾക്കാർക്ക് വിരൽ കടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ചാൻസ് മിസ് ആയിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ, 2,500 രൂപക്ക് ഒരു പക്ഷെ 100 കോയിൻ കിട്ടിയാൽ അയാൾ അത് 50 രൂപ ആണെങ്കിൽ അയാളെ സംബന്ധിച്ചോളം 5,000 രൂപ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അയാളെ കോൺഫിഡന്റ് ലെവൽ മാറും. പിന്നെ ബിസിനസ് ആണ്. നമ്മൾ ബിസിനസിന്റെ ആംഗിൾ തന്നെ എടുക്കും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് 4,500 രൂപക്ക് 1,000 രൂപ കിട്ടുന്ന, അല്ലെങ്കിൽ 1,000 രൂപ കിട്ടണമെങ്കിൽ നമ്മുടെ സാധാരണ ട്രഡീഷണൽ ബിസിനസ്സിൽ എനിക്കറിയാം, ഒരു പെട്ടിക്കട തുടങ്ങുന്ന ഒരാളും അയാൾ അവിടെ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു കോർപ്പറേഷൻ കണ്ട് നീല പെയിന്റ് അടിച്ചിട്ട് വെള്ള പെയിന്റ് അടിച്ചിട്ടൊക്കെ 2.5 ലക്ഷം രൂപ മിനിമം വേണം. അയാൾ 2.5 ലക്ഷം മുടക്കിയാൽ അയാൾക്ക് 1,000 രൂപ അയാൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ എന്ത് ചെയ്യണം, രാവിലെ 9 മണി മുതൽ അല്ലെങ്കിൽ 5 മണി വരെ അയാൾ ഉണ്ടായിരിക്കണം. കച്ചവടം നടന്നാലും അയാളെ റിസ്ക് എത്ര ഉണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞോളൂ, നമ്മൾ അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരാളെ വലിച്ചിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ ഒരു കാര്യം കൂടി പറയും. ചില ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഗ്യാരണ്ടി തരും. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട്, ഞാൻ തരാം, നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടി തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്.
കിട്ടുന്നതിന്റെ പകുതി എനിക്ക് തരുമെന്ന് ചോദിക്കും. അത് ഞാനും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തരാം. ഞാൻ ഇത് അതായത് പകുതി അവർക്ക് നമ്മൾ ഉറക്കം ഒഴിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കിട്ടുന്നതിന്റെ പകുതി അപ്പൊ ആരും സമ്മതിക്കൂല. ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പൊ മാഡത്തിന് നമുക്ക് എന്തായാലും അത് ഇതുമായി ബന്ധപ്പെട്ട മാഡം ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല, ഞാനിത് എനിക്കും വലിയൊരു ഐഡിയ ഇല്ല ഇതില്. ഞാനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ വെച്ചാല് ഞാൻ പിന്നെ ട്രേഡിങ്ങിൽ പഠിക്കുന്നത് കൊണ്ട് അതിൽ ഞാൻ ഫോറക്സില് പിന്നെ ചാർട്ടില് ട്രേഡിംഗ് വ്യൂല് ചാർട്ടിൽ നിന്ന് നമുക്ക് ആകെ നിങ്ങൾ പറഞ്ഞ പിന്നെ ബ്രോക്കർ ത്രൂ മാത്രമല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് HFM മാത്രമാണ് ഇപ്പോൾ ഒരു വിശ്വാസ്യതയുള്ള ഫോറക്സിൽ യൂസ് ചെയ്യുന്ന ഒരു നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. HFM എന്ന് പറയുന്ന ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് ഒരു വിദേശ ഏതായാലും കറൻസി മാഡം ചെയ്യാൻ മാഡം എത്ര രൂപ കിട്ടുന്നുണ്ട്? ആ കിട്ടുന്നത് അല്ല ഞാൻ ചെയ്തു. ഓക്കെ. സാറ് ബ്രേക്ക് ആവുന്നു. ഞാൻ ചെയ്തു തുടങ്ങി. ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ അതിന്റെ ഷെയർ മാർക്കറ്റിന്റെ ക്ലാസ് കയറി പഠിക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കഴിഞ്ഞിപ്പോ ഫോറക്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ആകെയുള്ള ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞാൽ HFM മാത്രമാണ്. മാഡം നമ്മൾ ഐഫോൺ വേറെ അടുത്ത ആൾ സംസാരിക്കണം. രണ്ടാൾ സംസാരിച്ചിട്ട് ഓക്കെ 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 ഓക്കെ. ഐഫോൺ ഓക്കെ. ഐഫോൺ ആരാണ്? ഹലോ സാർ, എന്റെ ഡൗട്ട്, നമുക്കിപ്പോ ഫേസ് 2 സ്റ്റേക്ക് ചെയ്യുമ്പോൾ ഡെയിലി എത്ര ROI വെച്ചിട്ടാണ് കിട്ടുന്നത്? അതായത് 2 to 5% പറഞ്ഞത്. ഫിക്സ്ഡ് അല്ല, അവിടെ 2ന്റെയും 5ന്റെയും ഇടയിലാണ്. 2ന്റെയും 5ന്റെയും? അത് നിങ്ങളുടെ വാലറ്റിൽ എത്രമാത്രം നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിട്ട് വാലറ്റ് സൂക്ഷിക്കുമല്ലോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് മനസ്സിലാക്കണേ. മനസ്സിലായില്ല സാറേ, എങ്ങനെയാന്ന്? മാഡം ഇപ്പോ ഉദാഹരണത്തിന് മാഡത്തിന്റെ കയ്യിൽ 1000 അഫസ്റ്റ് ടോക്കനാണ് വാലറ്റിലുള്ളൂ. ഓക്കെ. ആ ബാക്കി നിങ്ങൾ എന്ത് ചെയ്തു? അതിന് 500 നിങ്ങൾ എന്ത് സ്റ്റേക്ക് ചെയ്തു. ഓക്കെ. 30% ആവറേജ് നിങ്ങൾക്ക് എന്തെങ്കിലും ബാൻ ചെയ്തു. ഓക്കെ. ബാക്കി 500 നിങ്ങൾ വാലറ്റ് കാണും അല്ലേ? ഓക്കെ. 500നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ROI കിട്ടുന്നത്. ഞാൻ വെച്ചാൽ നിങ്ങൾ ഈ 500 വിറ്റു, നിങ്ങൾ പുറത്ത് വിറ്റു, നിങ്ങൾക്ക് എന്ത് കിട്ടൂല. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ പോയാലും 2ന്റെയും 5ന്റെയും ഇടയിൽ കിട്ടും അല്ലെ? വേരിയേഷൻ അത് എവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇനി ഇത് കൂടുതൽ റേറ്റ് ഒന്ന് കുറയുകയാണെങ്കിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. റേറ്റ് കുറയുമ്പോൾ, കാരണം അങ്ങനെയാണ് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് എഴുതി വെച്ചിട്ടുള്ളത്. റേറ്റ് കുറയുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും. അവിടെ നിന്ന് വേണം, കൂടുതൽ ആരെ കയ്യിലാണോ കറൻസി ഹോൾഡ് ചെയ്യണം അവർ ഭാഗ്യവാന്മാരുമാണ്. നമുക്കിതിപ്പോ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് റെഫറൽ ലിങ്കും വല്ലതും ഉണ്ടോ? അതിൽ ഫേസ് 2 റെഫറൽ ഇല്ലല്ലോ. റെഫറൽ ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. നമുക്കിത് സ്റ്റേക്ക് ചെയ്യേണ്ട വീഡിയോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ലീഡേഴ്സിപ്പ് യൂട്യൂബിൽ വിട്ടിട്ടുണ്ട്. ലീഡേഴ്സിപ്പ് ബന്ധപ്പെട്ടാൽ അവർ അയച്ചു തരും. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. അനു, ഇനി ഒരു 2 പേരും കൂടി എടുക്കുള്ളൂ. ബാക്കി കുറെ ആൾക്കാർ റൈസാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കി നമ്മൾ നാളെ അനു ആരാണ്? സർ. ഓക്കെ, വെൽക്കം. സർ കേൾക്കാവോ? സാറിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. കേൾക്കുന്നുണ്ട് സാറ് പറഞ്ഞ കേൾക്കുന്നുണ്ട്. സാർ ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ ഫേസ് 2ന്റെ കാര്യമാണ് ചോദിക്കാൻ വേണ്ടി വന്നേ. അതായത് എന്റെ കയ്യിൽ ഇപ്പോ ട്രസ്റ്റ് വാലറ്റിൽ ഏകദേശം ഒരു 5000 കോയിൻ ഉണ്ട്. ഓൾറെഡി ഞാൻ നേരത്തെ സ്റ്റേക്കിങ്ങിന് ഇട്ടില്ല, അല്ലാതെ നമ്മൾ വാലറ്റിൽ സൂക്ഷിച്ചാണ്. അപ്പോഴ് ഫേസ് 2ന്റെ ആ ഡൗട്ട് അതായത് ഫേസ് 2ൽ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ ഫേസ് 2 തീർച്ചയായിട്ടും പറ്റും. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങളിപ്പോ തീരുമാനിക്കുകയാണെങ്കിൽ ഫേസ് 2 പങ്കെടുക്കണ്ട, 5000 വാങ്ങി വെച്ചു, വില ചെറിയ പൈസക്ക് വാങ്ങി നിങ്ങൾക്ക് വില കൂടുമ്പോൾ വെക്കാം, ഒരു ഓപ്ഷനാണ്. രണ്ടാമത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്താൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ എന്താണ്? ഞാൻ പറഞ്ഞ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കൂടുതൽ ഉണ്ടാക്കലാണ് നമ്മുടെ ആവശ്യം. അപ്പൊ നമുക്ക് ചെയ്താൽ നിങ്ങൾ എത്രയാണോ സ്റ്റേക്ക് നോഡ് ക്രിയേറ്റ് ചെയ്യുക, നോഡിന്റെ കപ്പാസിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ബാൻ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കോയിൻസിന് എന്ത് ചെയ്യണം? ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. അതായത് എണ്ണം കുറയണം. 98,000 എങ്ങനെയായി? 2,10,00,000 ആകെ കറൻസി ഉള്ളൂ. ആ 2,10,00,000 മാർക്കറ്റിൽ ഉണ്ടോ എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കാരണം പല ആളുകളുടെയും വാലറ്റുകൾ കീ പ്രൈസുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പല ആളുകളും മരിച്ചു പോയിട്ടുണ്ടാവും, പല ആളുകളും നെവറാക്കി വിട്ടിട്ടുണ്ടാവും അല്ലെ? സ്വാഭാവികമാണ്. എത്ര എണ്ണം പറയാൻ പറ്റില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ അറിഞ്ഞ്
600 കോയിലുള്ള ഇന്ത്യയിലുള്ള ഒരാളോ വാലറ്റ് 10 വർഷമായിട്ട് തുറന്നിട്ടേ ഇല്ല. അപ്പൊ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ, നഷ്ടപ്പെട്ടതാണോ? നമ്മൾ ഒരുപാടുണ്ട്. നമ്മളെ മലപ്പുറത്തുണ്ട് 28,000 ബിറ്റ് കോയിൻ ഉള്ള ഒരാൾ. അയാൾ മരണപ്പെട്ടു പോയി. അയാൾ കീ പ്രൈസ് ആരുടെ കയ്യിലാണ്, നഷ്ടപ്പെട്ടതാണോ കൊന്നതാണോ എന്താണെന്ന് നമുക്കറിയില്ല. എനിവേ ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം മാർക്കറ്റില് ഈ കമ്പനി നമുക്ക് കൊണ്ടുവന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഓട്ടോ ബാനിങ് സിസ്റ്റം പോലെ നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ അത് ബാൻ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ആകുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം 3000 കോടി കോയിൻ ഉണ്ട് അല്ലെ. 3000 അതെ അതെ കോയിൻ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മളെ തീർച്ചയായിട്ടും പറ്റും, കമ്മ്യൂണിറ്റി കൂടുതലുണ്ടെങ്കിൽ. പക്ഷെ അതിനെ ബാൻ ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലൂടെ ബാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എണ്ണം കുറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്കറിയാം 1 ലക്ഷം ആൾക്കാരെ കയ്യിലാണ് ഈ 3000 കോടി എന്ന് കൂട്ടിക്കോളും. അത് 10 ഓക്കെ ലക്ഷം ലേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യണം? വാല്യൂ കൂടും. കാരണം എന്താണ്? അവിടെ കൂടുതൽ ആളുകളിലേക്ക് പോകുമ്പോൾ അവരെന്ത് ചെയ്യും? സെല്ലിങ്, ഡംപിങ് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ പ്രോസസ്സ് മാറും. അപ്പൊ സാറിന് സ്റ്റേക്ക് ചെയ്യുമ്പോൾ അവിടെ സ്റ്റേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. സ്റ്റേക്ക് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2 to 5% നിങ്ങൾക്ക് വാലറ്റ് സൂക്ഷിക്കുന്നിടത്തോളം കിട്ടും. രണ്ടാമത് ബാൻ ചെയ്യാം. നമുക്കറിയാം നമ്മുടെ കറൻസി നമ്മുടെ കയ്യിൽ ബാൻ ചെയ്ത് പോകാൻ നമ്മുടെ ആവശ്യം. ബാൻ ചെയ്ത സാധനം 15 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ROI തിരിച്ചു കിട്ടുന്നുണ്ട്. ഓക്കെ നിർബന്ധമുള്ള സാർ. കേസും അപ്പൊ അല്ല, നിങ്ങളുടെ ചോയ്സ് ആണ്. സാർ അത് തന്നെ, അപ്പോഴേ ഈ സ്റ്റേക്കിങ് എത്ര കാലാവധി ഒന്നുണ്ടോ ഇല്ല ഇല്ല, ഇത് കാലാവധി. സാർ? എനിക്ക് അപ്പോഴേ ഒരു നമ്പർ ഒന്ന് തരാമോ, എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ സ്റ്റേക്കിങ്ങിന്റെ അത് എന്തോണം? ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു സാറേ അവർ ചെയ്തത്. സാർ ഞാൻ ഒരു ഫ്രണ്ടുമായിട്ടാണ് ചെയ്തത്. പുള്ളി അതുമായിട്ട് ബന്ധമില്ല, അതാണ്. ആയിക്കോട്ടെ. എന്താ ഞാൻ എന്ത് ചെയ്യാം, നമ്മളെ അരുൺ സാറായിട്ട് ബന്ധപ്പെടാം. അരുൺ സാറുമായി നമുക്ക് ബന്ധപ്പെടാം, ശരിയാക്കാം. കുഴപ്പമില്ല, ഡോണ്ട് വറി. വഴി സാർ ഉണ്ടായിക്കോളാം. നമ്പർ ഒന്ന് തരാമോ? ഞാൻ തരാം, പേഴ്സണൽ തരാം. ഇത് കഴിഞ്ഞിട്ട് തരാം. ഓക്കെ. ഇനി ഒരു ശ്രീജിത്ത്, അദ്ദേഹം കൂടി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, പറയൂ. ഞാനിപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ പല കാര്യങ്ങളും എനിക്ക് ബൗൺസാണ്, എൻ്റെ തലയിൽ കൂടെ ബൗൺസായി പോയ കാര്യങ്ങളാണ്. ജോയിൻ ചെയ്തുകൊണ്ട് ഒരാഴ്ച ഇല്ലായിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് മേടിക്കേണ്ടത്, എങ്ങനെയാണ് സെല് ചെയ്യേണ്ടത്, എന്താ കോയിൻസിന്റെ കാര്യങ്ങൾ, അതേമാതിരി തന്നെ സ്റ്റേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു കറക്റ്റ് വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങൾ ലിങ്കോ കറക്റ്റ് ആയിട്ടുണ്ടോ? നിങ്ങൾ ചെയ്ത വീഡിയോസോ പണ്ട് ചെയ്തതിന്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. അത് സാറിന്റെ സ്പോൺസർ വഴി എന്ത് ചെയ്യുക, ബന്ധപ്പെട്ട ആൾ അയച്ചു തരും. അത് തന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോർ ടീം ഉണ്ട്, അവർ വഴി നമുക്ക് സാർ തരും. തീർച്ചയായിട്ടും അതിലൊക്കെ വീഡിയോസ്. സാർ ഗ്രൂപ്പിലുണ്ട്, ഏതൊക്കെ ഗ്രൂപ്പിൽ സാർ ആഡ് ഉണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഞാൻ വന്നിട്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാ, ആ ഗ്രൂപ്പിൽ നിങ്ങൾ അഡ്മിനായിട്ടൊന്ന് ബന്ധപ്പെടുക. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ നമുക്ക് ഇത് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം നിങ്ങളുടെ പെർട്ടിക്കുലർ ഏതെങ്കിലും ഇപ്പം നമ്മൾ അതിന് കോയിൻസ് മേടിക്കണം അല്ലെങ്കിൽ സ്റ്റോക്സ് ചെയ്യണമെങ്കിൽ, അപ്പം ഇന്ന സമയത്ത് മേടിക്കണം എന്നൊക്കെ അഡ്വൈസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഇപ്പൊ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 3 കോയിൻസ് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ 3 കോയിൻ, അപ്പൊ ഇന്നത്തെ റേറ്റ് കുറച്ച് മുമ്പ് വരെ കോയിൻസിന്റെ റേറ്റ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പം ചിലപ്പോൾ 30 ആവും, 31 ആവും, 35 ആവും, ചിലപ്പോൾ 24 ആവും, 25 ആവും. അപ്പം ഈ കോയിൻസിന്റെ റേറ്റ് കുറയുമ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ചാർജ് ചെയ്യേണ്ട എന്താ നോട്ട് ചെയ്ത് വെച്ചോളൂ. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള ആപ്പ് ഉണ്ട്. കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, അതെ, ഒരു വഴിയാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അതിൽ എല്ലാ ലോകത്തുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസി ടോപ്പ് 100 കറൻസിനെ പറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ചിൽ പോയിട്ട് APX അടിക്കുക. ഓക്കെ. അപ്പൊ അവിടെ സാറിന് ഇപ്പോഴത്തെ റേറ്റ് കാണാം. ഇപ്പൊ നിൽക്കുന്നത് 0.27 സെന്റിലാണ്, 27 സെന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അവിടെ അപ്പും ഡൗൺ ഒക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരു ഓപ്ഷൻ. രണ്ടാമത് എൽ ബാങ്ക് എന്നുള്ള ഇത് കയറാം. മൂന്നാമത് നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിൽ കയറിയാൽ APX സെർച്ചിൽ മാനേജ് ക്രിപ്റ്റോയിൽ പോയിട്ട് APX കൊടുത്താൽ അതിന്റെ റേറ്റ് കാണാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാർ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾ അഡ്മിനോ അല്ലെങ്കിൽ ലീഡറായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ക്ലിയർ ആക്കട്ടെ. അത് എന്താ നമ്മൾ ബേസിക്കലി നമ്മൾ വേണ്ടത് എന്താ പറയുക, നമ്മളൊരാളോട്, ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഒരു യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ ആയുധം മൂർച്ചില്ലെങ്കിൽ പരാജയം ഉറപ്പാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലെ ബിലോ 35 ഇയേഴ്സ് ആളുകളും അധികം ആളുകളും ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, എന്തെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവരടുത്തൊക്കെ പോയി സംസാരിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ, സ്മാർട്ട് കോൺട്രാക്ട് പോലെ നമ്മളെ കയ്യിൽ കുറച്ച് വാലറ്റും ആപ്പും അല്ലെങ്കിൽ ക്രിപ്റ്റോനെ പറ്റിയ അറിവുകൾ, അതാ ഞാൻ പറഞ്ഞ ഒരു നിങ്ങൾ എനിക്ക് ഇത്ര ജോയിൻ ചെയ്ത ഒരാൾ ആദ്യം തന്നെ
പുതിയ ഒരാൾ സംസാരിക്കുന്നതിന് ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആഴ്ച അടുപ്പിച്ച് 3 മണിക്കൂർ ഇരുന്നിട്ട് ദിവസം നമ്മൾ എത്രയോ സമയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ലൈക്ക് അടിക്കാനും മറ്റുള്ള വീഡിയോ കണ്ട് ഷെയർ ചെയ്യാനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ അത് കണ്ടെത്തുകയാണെങ്കിൽ ഗ്യാരണ്ടി ഞാൻ തരാം, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കോൺഫിഡന്റ് ലെവൽ മാറും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെടുത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ ചോദിക്കുകയാണ് ബിറ്റ് കോയിൻ എന്നാ ലിസ്റ്റ് ചെയ്തത്, ഒരു ചോദ്യമാണ്. ഇപ്പൊ ഇതിനും ഏത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല. അപ്പൊ അത് നമുക്ക് അറിഞ്ഞിരിക്കണമെങ്കിൽ ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അതിൽ കാണാൻ പറ്റും. ഇതുപോലെ അപ്പെക്സിന് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇത്ര ഉറപ്പ്, നിങ്ങൾക്ക് ഇത്ര വില ആവുന്നൊക്കെ. അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതിന്റെ മുമ്പത്തെ റേറ്റും ഇപ്പത്തെ റേറ്റും, അല്ലെങ്കിൽ ഇത്ര റേറ്റ് വരെ വന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യം നമുക്കറിയാലോ. പിന്നെ നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്ത് തന്നെ ഹൃദയം തന്നെ തുറന്നു കാണിച്ചു കൊടുത്താൽ ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ആളുകളായിട്ട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. അവരോട് നമ്മൾ സംസാരിച്ച് സമയം കളഞ്ഞാൽ ബെറ്റർ എന്താ സാറേ ഞാൻ പിന്നെ വരാൻ മാറി. കാരണം നമ്മൾ ഒരു യുദ്ധം ഞാൻ പറഞ്ഞല്ലോ, അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. കാരണം പല എല്ലാവരും കൂടി ഇപ്പൊ അപ്പെക്സിൽ വരാന്ന് പറഞ്ഞാൽ എന്ത് കേരളത്തില് പോപ്പുലേഷൻ എത്ര ഉണ്ട് നോക്കുകയാണെങ്കിൽ ഏത് ലെവലിലെത്തും. പക്ഷെ എല്ലാവരും ആവശ്യക്കാരാണ്, അത് മനസ്സിലാക്കണേ. അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വരുമ്പോഴാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവരുടെ ആവശ്യമായിട്ടാണ് നിങ്ങൾ ഈ സാധനത്തെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വരും. അതല്ല അവർ വന്നിട്ട് നിങ്ങൾക്ക് ഒരു 10% കിട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്, അയാൾ വരില്ല. വന്നാൽ തന്നെ അയാളൊന്നും ചെയ്യാൻ പോകുന്നില്ല, അഥവാ വന്നാൽ തന്നെ. നിങ്ങളെ മറിച്ച് നമുക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഒരു $10,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെക്കാൾ ബെറ്റർ $50 ചെയ്യുന്ന 10,000 ആൾക്കാരെ കൊടുക്കും. അതാണ് കമ്പനി ആഗ്രഹിക്കുന്നത്, കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ആ $50 വന്ന ഒരാൾ എന്ത് ചെയ്യും, അയാളുടെ ഫാമിലി. കാരണം ഇന്ന് എനിക്കറിയാം അപ്പെക്സിൽ വന്ന 99% ആൾക്കാർ ഞാൻ ഒരാളെയും കൊണ്ടുവരില്ല, വർക്കും ചെയ്യില്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം അങ്ങനെ പറഞ്ഞ് വന്ന ആളുകളാണ് എന്ത് ചെയ്യണത്, ഈ പറഞ്ഞ ആളുകളെ കൊണ്ടുവരുന്നത്. അവരാണ് ഈ സ്റ്റേക്കിംഗ് ഈ പറഞ്ഞ എല്ലാ പ്രോഗ്രാം പങ്കെടുക്കുന്നത്. കാരണം അവർ ആവശ്യക്കാരാണ്. അപ്പൊ നീഡ് ഐഡന്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം നമ്മൾ നോളജ് ഉണ്ടാക്കുക. ഈ പറഞ്ഞ ആപ്പുകളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മൊബൈലിൽ ഇതാക്കുക. നല്ലൊരു സ്മാർട്ട് ഫോണിൽ നിങ്ങൾ വാങ്ങിയിട്ട് അതിൽ നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾ ഡൗട്ടുള്ള കാര്യങ്ങളോ അറിയാത്ത കാര്യങ്ങളോ തർക്കിച്ച് നിൽക്കരുത്. അതിന് അറിയില്ല എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ല, മാറി നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ലീഡേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ എനിക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളും പറയാണ്, ഒരു അപ്പർ സ്റ്റോക്ക് മാത്രമല്ല നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റ് വേണ്ടത്. ഞാൻ അപ്പർ സ്റ്റോക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങളെ കയ്യിൽ പറ്റുമെങ്കിൽ ഒരു $50 $100 ബിറ്റ് കോയിൻ വാങ്ങിയേക്കും, എത്തേറിയം വാങ്ങിക്കും, BNB വാങ്ങിയേക്കും. ഇങ്ങനെയുള്ള ലോകത്ത് ലീഡിംഗ് ആയിട്ടുള്ള പല കറൻസികളുണ്ട്. അതൊക്കെ നിങ്ങളെ വാലറ്റിൽ വേണം. ഇത് എന്തിനാണെന്നറിയാം, നിങ്ങളൊരു ക്രിപ്റ്റോ എക്സ്പെർട്ടായി മാറാനാണ്. നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ മാറും അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ബാംഗ്ലൂർ ഒരു 10 ബിൽഡിംഗ് ഉണ്ട്, ഹൈദരാബാദിൽ ഇന്നതുണ്ട്, കൊച്ചിയിൽ ഇന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് എന്റെ കയ്യിൽ. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ പറയും എന്റെ കയ്യിൽ ബിറ്റ് കോയിൻ ഉണ്ട്, അത് എത്ര ഉണ്ട് എന്നുള്ളതല്ല വിഷയം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കറൻസികളും മാക്സിമം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. നിങ്ങൾ ലീഡേഴ്സിനായിട്ട് നിങ്ങൾ ഫിസിക്കലായിട്ട് ഇരിക്കാൻ നോക്കുക. അങ്ങോട്ട് സമയം നിങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തെ വിളിച്ചിട്ട്, അദ്ദേഹം തിരക്കുള്ള ആളാവും, അദ്ദേഹത്തെ പോയി ഇരുന്നിട്ട് സംസാരിച്ച് റെഡിയാക്കും. നിങ്ങളെ ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു. ഏതായാലും അരുൺ സാർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യല്ല. ഇനി കുറെ ആൾക്കാർ റൈസാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂർ മതി. നമ്മൾ നാളെ നമുക്ക് വെക്കാമല്ലോ. അരുൺ സാർ ഓക്കെ. ഏതായാലും അരുൺ സാർ എന്തോ പ്രോഗ്രാമിലായിരിക്കും, നമ്മൾ ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സാറേ, ഞാന് വർക്കിലായിരുന്നു, അത് കോയമ്പത്തൂരാണ് ഉള്ളത്. അപ്പൊ യാത്രയിലായതുകൊണ്ടാണ്. ഏതായാലും വളരെ മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്താണ് ക്രിപ്റ്റോ മേഖല, ക്രിപ്റ്റോയുടെ സാധ്യത എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു കറൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ട്സും ചോദിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇനി നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സാറേ? തീർച്ചയായിട്ടും നമുക്ക് ഇനി വെക്കാം. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ സമ്മതത്തോട് കൂടിയിട്ട് ഫിസിക്കൽ മീറ്റിംഗുകൾ ഒരു 25 മെമ്പേഴ്സിനെ വെച്ച് ട്രെയിനിങ് നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് ഫേസ് 2. അപ്പൊ അതിൽ നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരാള് കൊച്ചിയിലേക്ക് വരുന്നതും വേണ്ട, നിങ്ങളെ ലൊക്കേഷനിലായിക്കോട്ടെ, അത് നമ്മൾ അറിയിക്കും. ഓക്കെ. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞു. അപ്പൊ എനിവേ ഇത് നമുക്കറിയാം 4ാമത്തെ ദിവസമാണ് നമ്മളെ മീറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ, കാരണം എല്ലാവരും തന്നെ എക്സൈറ്റഡ് ആണ്. കാരണം ഓരോ ദിവസവും എന്താണ് അപെക്സ് ടോക്കൺ എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അടങ്ങിയ പ്രോഗ്രാംസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എനിവേ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ചെയ്തു തന്നത് മജീദ് സാറാണ്. സാറെ സംബന്ധിച്ച് കമ്പനിയുടെ ഓൾറെഡി ഞാൻ പറഞ്ഞ കമ്പനിയുടെ റൂബി ക്ലബ് എക്സിക്യൂട്ടീവ് ആണ്. കമ്പനിയുടെ റാങ്കിങ്ങിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റാങ്കിങ്ങിൽ എത്തിയത് എമറാൾഡ് എന്ന് പറഞ്ഞ റാങ്കാണ്. അതിന്റെ സെക്കൻഡ് റാങ്ക് ആയിട്ട് വരുന്ന, അതിന് തൊട്ട് താഴെയുള്ള റാങ്കാണ് റൂബി ക്ലബ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിയിട്ടുള്ള മജീദ് സാറിന് ഞാൻ ഈ ഒരു ഇതിൽ നമ്മളെ പേരിലും കമ്പനിയുടെ പേരിലും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു.
താങ്ക് യു. ഇപ്പൊ